അത് പ്രസിദ്ധീകരിക്കാൻ ഒരാളെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാൻ എഴുതിയിടത്തോളമുള്ള കാര്യങ്ങൾ അത് പ്രിന്റ് ചെയ്യുന്നതിന് വേണ്ടി ആരെയും ഏൽപ്പിച്ചിട്ടില്ല. അത് ടൈപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടിയാണ് എഴുതിയിടത്തോളമുള്ള കാര്യം. ഇന്ന് വന്നിട്ടുള്ള ഒരു കാര്യവും ഞാൻ എഴുതിയതല്ല. ഞാൻ എഴുതാത്ത കാര്യങ്ങൾ എഴുതി ഇന്ന് 10:30 അത് പ്രസിദ്ധീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വാർത്തയാണ് ഞാൻ കാണുന്നത്. തികച്ചും തെറ്റായിട്ടുള്ള നടപടി. തെരഞ്ഞെടുപ്പ് ദിവസം പാർട്ടിക്കെതിരായി വാർത്തകൾ സൃഷ്ടിക്കാൻ ബോധപൂർവം മാനിക്കുലേറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇത് സംബന്ധിച്ച് ശക്തമായ നിയമ നടപടി സ്വീകരിക്കും. ഞാൻ എൻ്റെ പുസ്തകം പ്രസിദ്ധീകരിക്കുമ്പോൾ നിങ്ങൾക്ക് കാര്യം മനസ്സിലാവും. ഇനി ഏതായാലും എൻ്റെ പുസ്തകം അധികം താമസിയാതെ തന്നെ ഞാൻ പ്രസിദ്ധീകരിക്കും. മാതൃഭൂമി പുസ്തകം പ്രസിദ്ധീകരിക്കാൻ ചോദിച്ചിരുന്നു, DC ബുക്സുകാർ ചോദിച്ചിരുന്നു. ഞാൻ ഇവർ രണ്ടുപേരോടും ആലോചിച്ചിട്ട് പറയാം. ഇന്നിപ്പോൾ ചാനലിൽ കാണാതിരിക്കുന്നതിൻ്റെ പുറംകവർ ഞാൻ ഇന്ന് അല്പം കാണുകയാണ്. എങ്ങനെയാണ് ഇങ്ങനെ മാനിക്കുലേറ്റ് ചെയ്ത് സംഭവങ്ങൾ സൃഷ്ടിക്കുന്നത്? ഇത് ബോധപൂർവമാണ്. അതിൽ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട്. പ്രസിദ്ധീകരണക്കാരുടെ പ്രത്യേകമായിട്ടുള്ള ചില നടപടികളില്ലേ എന്ന് സംശയിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ ഇത് പ്രസിദ്ധീകരിക്കാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. ഞാനിത് പൂർത്തീകരിച്ചു കഴിഞ്ഞിട്ടില്ല. ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ വശങ്ങളും പരിശോധിച്ച് ആവശ്യമായ നടപടി സ്വീകരിക്കും. നമസ്കാരം, പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. EP ജയരാജൻ പതിവ് തെറ്റിച്ചില്ല. ആത്മകഥയായ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം വിവാദത്തിലായി. പാർട്ടിയെയും സർക്കാരിനെയും വിമർശിക്കുന്ന ഭാഗങ്ങളും പുറത്തു വന്നതോടെ ഇതെന്റെ ആത്മകഥയല്ല, ഞാൻ അറിയാതെ ആരോ എഴുതിയതാണ്, DC ബുക്സിന് അവകാശം നൽകിയിട്ടില്ല, ഇങ്ങനെയാണ് EP-യുടെ ന്യായീകരണം. എന്തിനാണ് EP ആത്മകഥയെ തള്ളിപ്പറയുന്നത്? ഇത് ആത്മകഥയോ ജീവചരിത്രമോ അനുഭവക്കുറിപ്പോ ഒന്നുമല്ല, മറിച്ച് മനസ്സിൽ തോന്നുന്നതും അനുഭവിച്ചതുമായ കാര്യങ്ങളെക്കുറിച്ചുള്ള തുറന്നെഴുത്തു മാത്രം. വിമർശനങ്ങൾ ഉണ്ടാകില്ല എന്നല്ല, അത് വ്യക്തിപരമായ കടന്നാക്രമണമാവില്ല. ഇങ്ങനെ തുടങ്ങിയ EP ഇപ്പോൾ എന്തിനാണ് നിഷേധിച്ച് രംഗത്തെത്തിയത്? ഉപതെരഞ്ഞെടുപ്പ് ദിവസം പുറത്തു വന്നതുകൊണ്ടോ? ആരാണ് ആത്മകഥ പുറത്തുവിട്ടത്? EP-യുടെ ബാല്യവും കൗമാരവും നടന്ന വഴികളും ത്യാഗങ്ങളും പറ്റിയ അമളികളും 178 പേജിൽ വിവരിച്ചെഴുതിയത് മറ്റാരാണ്? EP-യുടെ ആത്മകഥ EP-യുടേത് അല്ലാതാകുന്നത് എങ്ങനെ? പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യും. പ്രൈം ഡിബേറ്റിൽ CPM സഹയാത്രികൻ ഡോക്ടർ B ജയരാജ്, BJP വക്താവ് ശ്രീ യുവരാജ് ഗോകുൽ, രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ KM ഷാജഹാൻ, കോൺഗ്രസ് സഹയാത്രികൻ ശ്രീ N ശ്രീകുമാർ, രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീ ശ്രീജിത്ത് പണിക്കർ, ഇടത് സഹയാത്രികനായ അഡ്വക്കേറ്റ് ബൽദേവ് സച്ചിദാനന്ദൻ എന്നിവരാണ് ചേരുന്നത്. ആദ്യം ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ EP-യുടെ വിശദീകരണമാണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. രാവിലെ ആത്മകഥയായിരുന്നു. താങ്കൾ എത്രത്തോളം EP-യുടെ ഈ വിശദീകരണം അത് മുഖവിലേക്ക് എടുക്കുന്നുണ്ട്? മഞ്ജുഷേ, DC ബുക്സ് എന്ന് പറയുന്ന പബ്ലിഷിംഗ് ഹൗസ് എത്രയോ പതിറ്റാണ്ടുകളായിട്ട് നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ്. വളരെയധികം ക്രെഡിബിലിറ്റി ഉള്ള ഒരു പബ്ലിഷിംഗ് ഹൗസാണ് അവരുടേത്. DC-ക്ക് പ്രത്യേകിച്ച് മുഖവുരയോ പരസ്യങ്ങളോ പോലും തന്നെ ആവശ്യമില്ല. പക്ഷെ ഒരു പബ്ലിഷിംഗ് ഹൗസിനെ സംബന്ധിച്ചിടത്തോളം അവർ ഏറ്റവും അധികം പ്രാധാന്യം നൽകുന്നത് അവരുടെ ഒരു പുസ്തകം റിലീസ് ചെയ്യുമ്പോൾ അതിന് ഏറ്റവും അധികം റീച്ച് കിട്ടുക എന്നുള്ളതിന് തന്നെ ആയിരിക്കും. സ്വാഭാവികമായിട്ട് കോൺട്രവേഴ്സി ഉണ്ടാകുമ്പോഴാണ് പല പുസ്തകങ്ങളും വലിയ ചർച്ച ഉണ്ടാകുന്നതും മാർക്കറ്റിൽ ബെസ്റ്റ് സെല്ലറായിട്ട് മാറുന്നതും. ഈ കട്ടൻ ചായയും പരിപ്പുവടയാവുമ്പോൾ ഇത് രണ്ടും വളരെ ചൂടോടുകൂടി തന്നെ വിളമ്പേണ്ടുന്ന ഒന്നാണ്. ഈ കട്ടൻ ചായ തണുത്തു പോയാൽ വളരെ മോശമാവും, അതുപോലെ തന്നെ പരിപ്പുവടയും തണുത്തു പോയി കഴിഞ്ഞാൽ പിന്നെ അത് വലിയ ഗുണത്തിനൊന്നുമില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു തിരഞ്ഞെടുപ്പ് അടുത്ത് നിൽക്കുന്ന സമയത്ത് അത് വളരെ ചൂടോടുകൂടി വിളമ്പുക എന്നുള്ളത് തന്നെ ആയിരിക്കും ഒരു ബിസിനസ് താല്പര്യത്തോടുകൂടി ഒരു പബ്ലിഷിംഗ് ഹൗസ് നോക്കുക. പക്ഷെ അതൊരിക്കലും അവരുടെ ക്രെഡിബിലിറ്റിയെ പണയം വെച്ചുകൊണ്ടാകും എന്ന് വിശ്വസിക്കുന്നില്ല. മഞ്ജുഷ, അത് മുഖ്യമന്ത്രിയുടെ തന്നെ വാക്കുകളെ കടമെടുത്തുകൊണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അരിയാഹാരം കഴിക്കുന്ന ആർക്കും തന്നെ അത് വിശ്വസിക്കാവുന്ന ഒന്നല്ല. നമ്മൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട്, കഴിഞ്ഞ ഒരു 3 മാസമായിട്ട് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ നോക്കണം. ഇവരിപ്പോൾ മുഖ്യമന്ത്രി ഹിന്ദുവിലൊരു അഭിമുഖം കൊടുക്കുകയാണ്.
അഭിമുഖം കൊടുത്തു കഴിഞ്ഞിട്ട് മുഖ്യമന്ത്രി പറയുന്ന ഓരോ കാര്യങ്ങളും അതിനകത്ത് തെറ്റാണെന്ന് പിന്നീട് ബോധ്യപ്പെടുകയാണ്. അവരെന്തോ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചു എന്ന് പറഞ്ഞു. അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് എന്തായി? ദ ഹിന്ദുവിനെതിരായിട്ട് എന്തെങ്കിലും നടപടിയെടുത്തോ? മുഖ്യമന്ത്രിയുടെ പരാമർശം തെറ്റായിട്ട് വ്യാഖ്യാനിച്ചു കൊടുത്തോ? ഹിന്ദുവിനെതിരായിട്ട് എടുത്തോ? അല്ല, ഒരു PR ഏജൻസിയാണ് കൊടുത്തതെന്ന് പറഞ്ഞു. ആ PR ഏജൻസിക്കെതിരായിട്ട് എന്തെങ്കിലും നടപടിയെടുത്തോ? ആ PR ഏജൻസി എന്താണ്, ആ ഇന്റർവ്യൂ അറേഞ്ച് ചെയ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. ആ വ്യക്തിക്കെതിരായിട്ട് എന്തെങ്കിലും ഒരു നടപടിയെടുത്തോ? മുഖ്യമന്ത്രിയുമായിട്ട് ഹിന്ദുവിന്റെ ഇന്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആ മുറിയിലേക്ക് വേറൊരാൾ കയറി വരുന്നു എന്ന് മുഖ്യമന്ത്രി, കേരളത്തിന്റെ മുഖ്യമന്ത്രി പച്ചയ്ക്ക് കള്ളം പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അതേതാണ് വ്യക്തി? ആരാണത്? എന്താണ് സംഭവിച്ചത്? എന്തെങ്കിലും നടപടിയോ എന്തെങ്കിലും കാര്യങ്ങൾ വെളിച്ചത്ത് കൊണ്ടുവരാനോ സാധിച്ചോ? ഇല്ല. അത് മാത്രമല്ല, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എന്താണ് അവരുടെ CPM-ന്റെ തന്നെ ഫേസ്ബുക്ക് പേജിനകത്ത് എന്താണ് എതിർ സ്ഥാനാർത്ഥിയായിട്ടുള്ള രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് അവർ പോസ്റ്റ് ഇട്ടാണ്. CPM-ന്റെ FB പേജ് FB പേജിൽ നിന്ന് പോസ്റ്റ് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവർ പറഞ്ഞു അത് ഫേക്കാണ്, ഞങ്ങളുടെ ഇതിനെ എന്താണ് ആരോ ഹാക്ക് ചെയ്തതാണ് എന്ന് പറഞ്ഞു. അത് അങ്ങനെ അല്ലാന്ന് തെളിഞ്ഞു. അപ്പൊ ഇവര് എന്താണ് തിരിഞ്ഞു നിന്ന് സ്വന്തം നെഞ്ചത്തേക്ക് അല്ലെങ്കിൽ വെടിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ വന്നിട്ട് തള്ളിപ്പറയുന്നത് കൊണ്ട് മാത്രം അവർ സ്വയം അപഹാസ്യരായിട്ട് മാറുന്നു എന്നുള്ളതല്ലാണ്ട്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അരിയാഹാരം കഴിക്കുന്ന ഒരാൾക്കും ഡൈജസ്റ്റ് ആകുന്ന തലത്തിലുള്ള ന്യായങ്ങളോ വാദങ്ങളോ അല്ല ഇവര് മുമ്പോട്ട് വയ്ക്കുന്നത്. ശ്രീ KM ഷാജഹാൻ, ഇതിപ്പോൾ ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഇങ്ങനെ ഈ പുസ്തകത്തിന്റെ ഭാഗങ്ങൾ ഏതാണ്ട് മുഴുവനായിട്ട് പുറത്തു വന്നത് കൊണ്ടാണോ EP ഇങ്ങനെ ഒരു നിഷേധക്കുറിപ്പുമായിട്ട് ഇത് എന്റെ ആത്മകഥയല്ല എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയത്? അതല്ലാതെ ഇത് ഉപതെരഞ്ഞെടുപ്പിന് ശേഷമായിരുന്നുവെങ്കിൽ ഇത്രമാത്രം പുകിലുണ്ടാകുമായിരുന്നില്ല, ഇത്രയും വിവാദമാകുമായിരുന്നില്ല. ഇല്ല മഞ്ജുഷ, ഇതിനകത്ത് നമ്മൾ ഈ EP ജയരാജൻ്റെ നിഷേധക്കുറിപ്പ് ഇതൊന്നും ചർച്ച ചെയ്യുന്നതിൽ യാതൊരു കാര്യവുമില്ല. EP ജയരാജൻ ചെയ്തത് എന്താണ് എന്നുള്ളത് നമ്മളത് പരിശോധിക്കുമ്പോൾ ഇതിനു മുമ്പുള്ള 2 അനുഭവങ്ങൾ ഞാനൊന്ന് പറയാം. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അന്ന് DAC പിന്നെ ഇപ്പുറത്ത് കോൺഗ്രസുമായി വിഘടിച്ച് DAC മത്സരിക്കുന്ന മുരളീധരനൊക്കെ വയനാട്ടിൽ DACയുടെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പായിരുന്നു 2004. അന്ന് കോൺഗ്രസിനകത്ത് നിൽക്കുകയാണ് ശ്രീമാൻ കരുണാകരൻ. അന്ന് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ DICയുടെ ചിഹ്നം ടെലിവിഷനായിരുന്നു. അന്ന് ഇതുപോലെ തന്നെ പോളിംഗ് നടന്നുകൊണ്ടിരുന്ന സമയത്ത് കരുണാകരൻ എന്ന് പറയുന്ന മുതിർന്ന കോൺഗ്രസ് നേതാവ് ഒരു പ്രസ്താവന നടത്തി. എന്തായിരുന്നറിയാമോ? എല്ലാവരും വീട്ടിൽ പോയി TV കണ്ടുകൊണ്ടിരുന്നോളാൻ. അതാണ് അന്ന് കരുണാകരൻ 2004 നടത്തിയ പ്രസ്താവന. രണ്ടാമത്തെ പ്രസ്താവന എന്താണ്? രണ്ടാമത്തെ സംഭവം എന്താണ്? 2011 12 മറ്റോ നടന്ന നെയ്യാറ്റിങ്കര ഉപതെരഞ്ഞെടുപ്പിൽ രാവിലെ മന്ദഗതിയിൽ പോളിംഗ് ഇങ്ങനെ പുരോഗമിക്കുകയായിരുന്നു. പെട്ടെന്ന് പോളിംഗ് കുത്തനെ കൂടി. എന്താ കാരണം? അന്ന് പ്രതിപക്ഷ നേതാവായിരുന്ന VS അച്യുതാനന്ദൻ TP ചന്ദ്രശേഖരൻ്റെ ഭാര്യ KK രമയെ കാണാൻ TP ചന്ദ്രശേഖരൻ്റെ വീട് സന്ദർശിക്കുകയും വൈകാരികമായിട്ട് രമയെ ആശ്ലേഷിക്കുന്ന ഒരു ഇതൊക്കെ വന്നു. ആ ചിത്രം ഇപ്പോഴും നമ്മുടെ മനസ്സിൽ നിന്ന് മാഞ്ഞിട്ടില്ല. അത് രണ്ടാമത്തെ സംഭവം. ഇനി ഈ വലിയ നിഷേധക്കുറിപ്പുമായിട്ടൊക്കെ ഇപ്പോൾ വലിയ വായിൽ ഇറങ്ങിയിരിക്കുന്ന ഈ EP ജയരാജൻ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പോളിംഗ് ദിവസം ചെയ്ത പണി എന്താ? ആ പോളിങ്ങിന് 2-3 ദിവസം മുമ്പ് ദല്ലാൽ നന്ദകുമാറും ശോഭാ സുരേന്ദ്രനും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് ഇയാൾ EP ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറുമായി ചർച്ച നടത്തി എന്നുള്ള വിവാദം കത്തി നിൽക്കുകയായിരുന്നു. ആ കത്തി നിന്ന സമയത്തൊന്നും അതിനെക്കുറിച്ച് ഒരു വാക്ക് പോലും മിണ്ടാതിരുന്ന EP ജയരാജൻ പോളിംഗ് ദിവസം എന്താ പറഞ്ഞത്? താൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു, ചർച്ച നടത്തി. അപ്പോൾ ഇതിൽ നിന്ന് ഒരു കാര്യം വളരെ വ്യക്തമാണ്. എന്താണ് EP ജയരാജൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമാണ്. നമ്മൾ ഈ നിഷേധക്കുറിപ്പൊക്കെയായി ബന്ധപ്പെട്ടൊന്നും സമയം കളയേണ്ട കാര്യമൊന്നുമില്ല. ഇതിനകത്ത് EP ജയരാജന് കൃത്യമായൊരു ലക്ഷ്യമുണ്ട്. ആ ലക്ഷ്യം നടത്തിക്കുക എന്നുള്ള ആ പണിയുടെ ഭാഗമായിട്ടാണ് ഈ പോളിംഗ് ദിവസം ഈ സാധനം പുറത്തു വന്നിട്ടുള്ളതും എല്ലാം. ഇപ്പം ഞാൻ മഞ്ജുഷ തന്നത് ഞാൻ ആ 178 പേജ് വായിക്കുകയായിരുന്നു. ആ 178 പേജിൽ വളരെ കൃത്യമായി അതിരൂക്ഷമായിട്ടുള്ള വിമർശനങ്ങളാണ് ഉന്നയിച്ചത്. ഇപ്പോൾ കോമ്രേഡ്ഷിപ്പ് തിരിച്ചു വിളിക്കണം എന്നുള്ള അതിനകത്ത് ജനങ്ങളിൽ നിന്ന് പാർട്ടി അകന്നു പോകുന്നതിനെ കുറിച്ചിട്ടുണ്ട്. പിന്നെ ജില്ലാ സെക്രട്ടറിമാർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിച്ചതിനെ കുറിച്ചിട്ടുള്ള വിമർശനമുണ്ട്. MLA-മാർ MP-മാരായിട്ട് മത്സരിച്ചതിനെ കുറിച്ചിട്ടുള്ള വിമർശനങ്ങളുണ്ട്. DYFIയുടെയും SFIയുടെയും ഒക്കെ പോക്ക് വഴിപിഴച്ചതാണ് എന്നുള്ള സമർത്ഥിച്ചുള്ള വിമർശനമുണ്ട്. പിന്നെ മറ്റേ സിദ്ധാർത്ഥന്റെ നവകേരള സദസ്സുമായി ബന്ധപ്പെട്ടുള്ള വിമർശനമുണ്ട്. 2ാം പിണറായി സർക്കാർ തീർത്തും ദുർബലമായിരുന്നുള്ള വിമർശനമുണ്ട്.
പി സരിൻ അവസരവാദിയായിരുന്നു എന്നുള്ള വിമർശനമുണ്ട്. അതിപ്പോൾ ഈ പി സരിന്റെ കാര്യം ഉൾപ്പെടെ അത് പാർട്ടിയിൽ തന്നെ ഓരോ ചർച്ചകൾ നടക്കുന്നതാണ്. അതിനു മുൻപ് താങ്കൾ പറഞ്ഞ കാര്യമൊക്കെ പാർട്ടി തന്നെ പല ഘട്ടങ്ങളിലായി വിലയിരുത്തിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയല്ലേ. ഇപ്പോൾ രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ് എന്നുള്ള കാര്യം പോലും മന്ത്രിമാർ കൂടുതൽ സമയം തലസ്ഥാനത്ത് ചെലവഴിക്കണം, ഓഫീസിൽ ചെലവഴിക്കണം എന്നുള്ള കാര്യം പാർട്ടി തന്നെ ആവശ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇതെല്ലാം ഇ പി പറയുമ്പോൾ അതൊരു പുതിയ കാര്യം അല്ലല്ലോ. അപ്പോൾ ഇ പിക്ക് നിഷേധിക്കുന്ന രീതിയിലേക്ക് ഇപ്പോൾ ഇ പി ഇങ്ങനെ പറഞ്ഞാൽ പോലും അത് പാർട്ടിയുടെ വിലയിരുത്തൽ എന്ന രീതിയിൽ തന്നെ അവതരിപ്പിക്കാവുന്നതാണ്. അതാണ് ഞാൻ ചോദിച്ചത്, ഈ ദിവസം ഇത് പുറത്തു വന്നതുകൊണ്ടുള്ള പ്രശ്നമല്ലേ ഉള്ളൂ? അതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇപ്പൊ ഇ പി ജയരാജൻ പുതിയതായിട്ട് ഇതിനകത്തൊന്നും പറഞ്ഞിട്ടില്ല. പാർട്ടി ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ തന്നെയാണ് ഇ പി ജയരാജൻ ഉന്നയിക്കുന്നത്. പക്ഷേ പാർട്ടിയുടെ ഒരു കേന്ദ്ര കമ്മിറ്റി അംഗം, പാർട്ടിയുടെ കണ്ണൂരിലെ മുതിർന്ന നേതാവ്, പാർട്ടിയുടെ ഒരു മുൻ വ്യവസായ മന്ത്രി ഒരു പോളിംഗ് നടക്കുന്ന ദിവസം, നമ്മൾ പോളിംഗ് നടക്കുന്ന ദിവസം പറഞ്ഞ് വെറുതെ അങ്ങ് പോകാൻ പറ്റില്ല. സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അതിനിർണായകമാണ് ഈ തെരഞ്ഞെടുപ്പ്. വയനാടൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. പിന്നെ പാലക്കാട് നിരന്തരം 3-ാം സ്ഥാനത്താണ്, അത് ചിലപ്പോൾ 4-ാം സ്ഥാനത്ത് പോകാനാണ് സാധ്യത. പക്ഷേ ചേലക്കര എന്ന് പറഞ്ഞ മണ്ഡലത്തിൽ വിജയിക്കുക എന്നുള്ളത് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണെന്നിരിക്കെ ആ നിർണായകമായിട്ടുള്ള തെരഞ്ഞെടുപ്പിനെ ഈ പറഞ്ഞ പോലെ കെതച്ചുകൊണ്ടാണെങ്കിലും സി പി എം പിന്നെ ആ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പോളിംഗ് ദിവസം ഇത്തരം കാര്യങ്ങൾ എണ്ണി ഇ പി ജയരാജൻ പറയുമ്പോൾ അത് സി പി എമ്മിൻ്റെ അണികൾക്കുള്ളൊരു സന്ദേശമാണ്. ആ സന്ദേശം വളരെ കൃത്യമാണ്. ആ സന്ദേശം വളരെ കൃത്യമാണെന്നുള്ളത് താങ്കൾ പറയുന്നത് ഇ പി ജയരാജന്റെ അറിവോടുകൂടി തന്നെയാണ് ഈ ദിവസം ഇത് പുറത്തു വന്നത്. അല്ലാതെ ഈ കട്ടൻ ചായയും പരിപ്പ് വടയും എന്നുള്ള ആ ഒരു കവർ പേജ് ഇന്നലെ തന്നെ DC ബുക്സ് പോസ്റ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് വിവാദമാകുമെന്നുള്ള ഒരു ധാരണയില്ലായിരുന്നു. ഇ പി അതിനെതിരെ നിഷേധക്കുറിപ്പുമായിട്ട് വന്നുമില്ല. ഇന്ന് ഈ പുസ്തകത്തിന്റെ മുഴുവൻ രൂപവും പുറത്തു വന്ന സമയത്താണ് ഇങ്ങനെ ഒരു നിഷേധക്കുറിപ്പ് വന്നത്. അപ്പോൾ ഇ പി ഇത് നിഷേധിക്കുന്നു. പക്ഷെ താങ്കൾ പറയുന്നു ഇതെല്ലാം ഇ പിയുടെ അറിവോടുകൂടി തന്നെയാണ് ഈ ദിവസം വന്നത് പോലും എന്നാണോ? 100%. കാരണം ആ പുസ്തകം നമ്മളെടുത്ത് വായിച്ചു നോക്കൂ. ആ 178 പേജ് വായിച്ചു നോക്കൂ. അത് 100% അത് അടിച്ചതിന്റെ കംപ്ലീറ്റ് പേജിനേഷനും കഴിഞ്ഞ് ഇപ്പം DC ബുക്സുകാർ അതിന്റെ കരാറുണ്ടെന്ന് വരെ പറഞ്ഞിരിക്കുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കരാറുണ്ടെന്ന് പറഞ്ഞിട്ടില്ല. കരാറുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. റിപ്പോർട്ടർ ചാനൽ ഏതൊരു ചാനലിൽ ഞാൻ കണ്ടു. അവർ DC ബുക്സിന്റെ ആ ഒരു ഔദ്യോഗികമായിട്ട് ഫേസ്ബുക്കിൽ വന്ന കുറിപ്പാണ് നമ്മുടെ കയ്യിൽ ആധികാരിക രേഖയായിട്ടുള്ളത്. അവർ പറഞ്ഞിട്ടുള്ളത് ഇതിന്റെ പ്രകാശനം നടക്കുമെന്നാണ്. പക്ഷെ ചില സാങ്കേതിക കാരണങ്ങളാൽ മാറ്റിവെച്ചതാണ്. പക്ഷേ ചില ചാനലുകളിലെ റിപ്പോർട്ടർമാർ നേരിട്ട് സംസാരിച്ചപ്പോഴത്തേക്കും അവിടുത്തെ ഉന്നത ഉദ്യോഗസ്ഥർ പറഞ്ഞിട്ടുണ്ട് കരാറുണ്ട്, അത് ഞങ്ങൾ സമയത്ത് പുറപ്പെടുവിക്കുമെന്ന്. ഒറ്റ കാര്യം മാത്രമാണ് ഇത്. ഇപ്പം ഞാൻ ചോദിക്കുന്ന ചോദ്യം, 2024 പോളിംഗ് ദിവസമാണ് ഇ പി ജയരാജൻ പ്രകാശ് ജാവ്ദേക്കറെ കണ്ടു എന്നുള്ള കാര്യം സമ്മതിക്കുന്നത്. പോളിംഗിന്റെ തലേ ദിവസം അല്ലെ പോളിംഗിന്റെ പിറ്റേ ദിവസം അല്ല, അതിന് സമാനമാണ് ഇതെന്നുള്ളത് 100% വ്യക്തമാണ്. DC ബുക്സ് പറഞ്ഞാൽ കേരളത്തിലെ 1-ാം നമ്പർ ബുക്സ് ആണ്. അവർക്ക് ഒരു കാരണവശാലും കള്ളം പറയാൻ പറ്റില്ല. അവരുടെ ക്രെഡിബിലിറ്റി കംപ്ലീറ്റ് പോകും. ഡോക്ടർ ബി ജയരാജ്, ഇതിപ്പോൾ ഇ പി ജയരാജൻ ഇങ്ങനെ ഒരു നിഷേധക്കുറിപ്പ് ഇറക്കുകയും പരസ്യ പ്രസ്താവനയുമായി രംഗത്ത് വന്നതും പാർട്ടിക്ക് ഇത് പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന രീതിയിൽ ആകരുത് എന്നുള്ള നിർബന്ധ ബുദ്ധിയാലാണല്ലോ. അതാണല്ലോ പൊതുസമൂഹത്തിന് കിട്ടുന്ന ധാരണ. പക്ഷേ ഷാജഹാൻ ഇവിടെ സൂചിപ്പിച്ച കാര്യം ഇ പിയുടെ അറിവോടുകൂടി തന്നെയാണ് ഈ പുസ്തകത്തിന്റെ ഭാഗങ്ങൾ പുറത്തു വന്നത് എന്നാണ്. ഇതിനകത്ത് ലോക ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരാളുടെ ആത്മകഥ ആ വ്യക്തി ഇല്ലാതെ പ്രകാശനം ചെയ്യുന്നത്. ഞാൻ ഇതിനു മുമ്പ് കേട്ടിട്ടില്ല. അപ്പൊ ഇന്ന് രാവിലെ പ്രകാശനം ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകളൊക്കെ വന്നപ്പോൾ തന്നെ ചെയ്യുന്നെന്നുള്ള വാർത്തകൾ വന്നു. അതിനു മുമ്പ് അത് ചർച്ചയാവുന്നു. നമ്മളാരും ജീവിക്കുന്നത് വെള്ളരിക്ക പട്ടണത്തിലൊന്നും അല്ലല്ലോ. ഇതിനു മുമ്പ് എന്തെല്ലാം സാധനങ്ങളാണ്. ഒരു ഫേക്ക് ID, നേരത്തെ ഒരു യുവരാജ് ഗോകുൽ ചൂണ്ടിക്കാണിച്ചതുപോലെ ഒരു ഫേക്ക് വീഡിയോ, രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വീഡിയോ, അത് ഹാക്ക് ചെയ്ത് അത് പത്തനംതിട്ട DCCയുടെ വെബ് പേജിൽ വന്നു. അതിൻ്റെ അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ എക്കോ കേൾക്കുന്നു. പരിഹരിക്കാം. ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ ഇതിനകത്തുള്ള പ്രധാനപ്പെട്ട കാര്യം മനസ്സിലാക്കേണ്ടുന്നത്, വ്യാജ തിരിച്ചറിയൽ കാർഡിലൂടെ കോൺഗ്രസിന്റെ പ്രസിഡന്റായ ഒരാൾ വ്യാജ പണം, വ്യാജ ഇടപാടുകൾ, വ്യാജ സ്പിരിറ്റ് ഇതൊക്കെ ഇറക്കി ഇലക്ഷൻ ബൈ ഹുക്ക് ഓർ ക്രൂക്ക് പിടിക്കാൻ നിൽക്കുന്ന ഒരാള്
ഇതൊക്കെ അപ്പോൾ അങ്ങനെയുള്ള ഒരാള് ഏതറ്റം വരെയും പോകാൻ സാധ്യതയുണ്ട്. EP അത് നിഷേധിച്ചുകൊണ്ട് എന്തിനാണ് പണി പറ്റിച്ചത് അഡ്മിനാണ് എന്നാണ് അഡ്മിൻ എറർ എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ഹാക്ക് ചെയ്യപ്പെട്ടിട്ടൊന്നുമില്ല. നിങ്ങൾ അങ്ങനെ വന്നിട്ടില്ല, അങ്ങനെ റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല. ആര് പറഞ്ഞു? അങ്ങനെയൊന്നും റിപ്പോർട്ടൊന്നും വന്നിട്ടില്ല, ഒരു റിപ്പോർട്ടും വന്നിട്ടില്ല. താങ്കൾ ഏതിന്റെ അടിസ്ഥാനത്തിലാണ്? അങ്ങനെ ഒരു വാർത്ത ഔദ്യോഗികമായിട്ടൊരു വാർത്തയും രണ്ടാമത്തെ കാര്യം പ്രകാശനം അങ്ങനെയല്ല. ഈ ആത്മകഥയുടെ പ്രകാശനം EP ജയരാജൻ ഇല്ലാതെ എന്നൊന്നും ഇല്ല കേട്ടോ. ഈ ആത്മകഥ പ്രകാശനം ചെയ്യുന്ന ഡേറ്റ് ഒന്നും തീരുമാനിച്ചിട്ടില്ല. ഉടൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് DC ബുക്സ് ഫേസ്ബുക്കിൽ ഒരു പരസ്യം നൽകുകയുണ്ട്. അത് മിക്കവാറും അത് പ്രമുഖരായ ആളുകളുടെ ബുക്കുകളാണെങ്കിൽ അങ്ങനെ പരസ്യം വരാറുള്ളതാണ്. അതൊരു പ്രസാധകരുടെ ഒരു തന്ത്രമാണല്ലോ, ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണല്ലോ. പക്ഷേ ആ സമയത്ത് നിഷേധിച്ചു പോലുമില്ല EP ജയരാജൻ. ആ കവർ സഹിതമാണ് അങ്ങനെ വന്നത് ഇന്നലെ. അല്ലാതെ ഇത് പ്രകാശനം ഇന്ന ഡേറ്റിൽ അതിൽ EP ജയരാജൻ ഇല്ല, അങ്ങനെ ഒരു നെഗറ്റീവ് പറയണ്ട. അങ്ങനെയല്ല, ആ രീതിയിലാണല്ലോ ചർച്ച വന്നത്. ഒരു പുസ്തകം ഇറങ്ങുന്നതിന് മുമ്പിലെ തന്നെ പുസ്തകത്തിനെ കുറിച്ച് ചർച്ച സംഘടിപ്പിക്കുക, അത് ഇലക്ഷൻ്റെ അന്ന് തന്നെ സംഘടിപ്പിക്കുക, അതിനകത്ത് ഒരു പ്രമുഖ സ്ഥാനാർത്ഥിയെ കുറിച്ച് ചർച്ച കൊണ്ടുപോവുക. ഇന്നലെ K മുരളീധരൻ പറഞ്ഞ ഒരു പരാമർശം ഉണ്ടല്ലോ, സരിന് അനുകൂലമായിട്ട് പറഞ്ഞ പരാമർശത്തിന് കൗണ്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാർ ചെയ്ത ഒരു മാർഗമാണ്. അല്ലെങ്കിൽ EP ജയരാജൻ എന്തിന് പോലീസ് കേസ് കൊടുക്കണം? എങ്കിൽ ഇത്രയധികം ചർച്ച ചെയ്യുന്ന ആളുകൾ, ആ DC എന്ന് പറഞ്ഞ ആൾ ഷാർജ ബുക്ക് ഫെയറിനുണ്ടല്ലോ, DC രവി ഷാർജ ബുക്ക് ഫെയറിലുണ്ട്, ഒന്ന് വിളിച്ച് ഡയറക്റ്റ് ചോദിച്ചൂടെ? എന്നിട്ട് ഈ ചർച്ച സംഘടിപ്പിച്ചൂടെ? DC ഫോൺ എടുക്കാത്ത ആളൊന്നുമല്ലല്ലോ. DC രവി എനിക്ക് വിളിച്ചാലും കിട്ടുന്ന ഒരാൾ തന്നെയാണ്. DC രവി വിളിച്ച് ചോദിക്കൂ, എന്താണ് ഇതിൻ്റെ നിജസ്ഥിതി, എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? EP ജയരാജൻ ഇവിടെ നിഷേധിച്ചിരിക്കുകയാണല്ലോ, പോലീസ് കേസ് കൊടുത്തിരിക്കുകയാണല്ലോ. എന്തുകൊണ്ട് ആ ഒരു മാർഗത്തിൽ ഇതിങ്ങനെ ഇതാക്കി നിർത്തുന്നു, ചൂടാക്കി നിർത്തേണ്ടുന്ന കാര്യം എന്താണ്? ഞാനും താങ്കൾ പറഞ്ഞതിനോട് യോജിക്കുകയാണ്. രവി DC ഇക്കാര്യത്തിൽ കൃത്യമായ ഒരു ന്യായീകരണം നൽകണം. അതല്ലാതെ DC ബുക്സ് ഫേസ്ബുക്കിൽ ഇട്ടിരിക്കുന്ന പോസ്റ്റ് അത് വായിച്ചാൽ പോലും അതിനകത്ത് എന്താണ് ആ സാങ്കേതിക തടസ്സം എന്നുള്ള കാര്യം അത് വ്യക്തത വന്നിട്ടില്ല അക്കാര്യത്തിൽ. അതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. അത് രവി DC തന്നെ നേരിട്ട് ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഇല്ലാതെ പറ്റില്ലല്ലോ. തീർച്ചയായും. അതുകൊണ്ടാണല്ലോ ഇന്ന് പോലീസ് അന്വേഷണത്തിന് സ്വന്തമായി ഒപ്പിട്ടിട്ട് കൊടുത്തിട്ടുള്ളത്. ഇന്ന് സ്വന്തമായി ഒപ്പിട്ടിട്ട് തന്നെയാണല്ലോ EP ജയരാജൻ പോലീസ് അന്വേഷണ കേസ് കൊടുത്തത്. അല്ലെങ്കിൽ ഇപ്പം ജാവദേക്കറിനെ കണ്ടു എന്ന് പറഞ്ഞാൽ നിഷേധിക്കാത്ത ഒരാൾ, ജാവദേക്കറിനെ കണ്ടു എന്ന് പറഞ്ഞ് തുറന്ന് സമ്മതിച്ച ഒരാൾ, അത് ഇലക്ഷൻ്റെ അന്ന്. പക്ഷേ ഇത് അദ്ദേഹത്തിന് വീണ്ടും ഇതിനകത്ത് ഈ പറഞ്ഞ കണക്കൊരു സംശയത്തിൻ്റെ മുൾമുനെ നിർത്താൻ വേണ്ടിയിട്ട്, ഫ്രിഞ്ച് ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ട് കോൺഗ്രസ്സുകാരും മറ്റ് മാർക്സിസ്റ്റ് വിരുദ്ധരും ചേർത്തുന്ന ഒരു പ്രചരണമായിട്ട് മാത്രമേ ഇതിനെ കാണാൻ കഴിയൂ. ഇതിനകത്ത് ഒരുപാട് വിഷയങ്ങൾ കണക്ട് ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, വ്യാജ തിരിച്ചറിയൽ കാർഡ് അടിച്ച് അതിന് പ്രചരണം നടത്താനോ, അല്ലെങ്കിൽ പ്രസിഡന്റ് ആവാനോ, അല്ലെങ്കിൽ വ്യാജ ചാരായം ഒഴുക്കി അധികാരം പിടിക്കാനോ, അല്ലെങ്കിൽ കള്ളപ്പണം ഒഴുക്കി പെട്ടി മാറ്റാനോ ഒക്കെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ ഇതിൻ്റെ അപ്പുറവും പോവും. ഫേക്ക് ചെയ്യും, അവർ ഹാക്ക് ചെയ്യും, ഹാൻഡിലുകൾ ഹാക്ക് ചെയ്യും, ഇത്തരത്തിലുള്ള വാർത്തകൾ സൃഷ്ടിച്ചു വിടും. പക്ഷേ ഈ 178 പേജ് അത് EP ജയരാജന്റെ അറിയാക്കഥകൾ പോലും, അദ്ദേഹത്തിന്റെ ബാല്യം, കൗമാരം, അദ്ദേഹം വളർന്നു വന്ന വഴികൾ, അടിയന്തരാവസ്ഥ കാലം, പാർട്ടിയിലെ വളർച്ച, അദ്ദേഹവുമായി അടുത്ത ബന്ധമുള്ള വ്യക്തികൾ, ഇതെല്ലാം EP ജയരാജൻ സ്വയം എഴുതിയതോ അല്ലെങ്കിൽ പറഞ്ഞുകൊടുത്ത് എഴുതിയതോ ആണ് എന്ന് ഈ പുസ്തകം വായിക്കുമ്പോൾ മനസ്സിലാവും. എനിക്ക് അങ്ങനെയാണ് മനസ്സിലായത്. ഒന്നുകിൽ EP ജയരാജൻ നേരിട്ട് എഴുതിയത്, പക്ഷെ അദ്ദേഹം വലിയൊരു എഴുത്തുകാരനൊന്നുമല്ല, എങ്കിലും അദ്ദേഹം ലേഖനങ്ങൾ എഴുതുന്ന ആളാണ്, അദ്ദേഹം പാർട്ടി പത്രത്തിൽ എഴുതുന്ന ആളാണ്, അതിലും ഒരു സംശയമുള്ള കാര്യമല്ല. പക്ഷേ ഇങ്ങനെ ചില വർണ്ണനകളൊക്കെ വേണ്ടി വന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞുകൊടുത്ത് എഴുതിച്ചതാകാം. അങ്ങനെയും വരുമല്ലോ ആത്മകഥ എഴുതുമ്പോൾ. അപ്പോൾ ഇതിൽ രണ്ടിലേതെങ്കിലും ആകാം. കാരണം അത്രമാത്രം കാര്യങ്ങൾ വള്ളിപുള്ളി വിടാതെ കാര്യങ്ങളുണ്ട്. സ്ഥലം കൃത്യമായിട്ട്, അതുപോലെ തന്നെ സാഹചര്യങ്ങൾ കൃത്യമായിട്ട്, ഇതെല്ലാം ഉണ്ട് അവിടെ. അപ്പോൾ ഈ വിവാദമായ 2 ചാപ്റ്ററുകൾ, 2 3 ചാപ്റ്ററുകൾ ഇത് വന്നതൊഴിച്ചാൽ ബാക്കി എല്ലാ കാര്യങ്ങളും അദ്ദേഹത്തിന് ഒരു ബുദ്ധിമുട്ടുമുണ്ടാക്കുന്ന കാര്യങ്ങളല്ല. ഈ പ്രശ്നമുണ്ടാക്കുന്ന ചാപ്റ്ററുകളാണെങ്കിൽ പോലും അതിൽ തന്നെ അദ്ദേഹം മുൻകൂർ ജാമ്യവും എടുത്തിട്ടുണ്ട്. ഇതാരെയും വ്യക്തിപരമായി ആക്രമിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ളതല്ല എന്നുള്ള കാര്യം.
വിമർശനങ്ങൾ ഉണ്ടാവാം, പക്ഷേ അത് വ്യക്തിപരമായിരിക്കുകയില്ല എന്ന് അതുപോലും എഴുതിക്കൊണ്ടാണ് അദ്ദേഹം മറ്റു ഭാഗങ്ങളിലേക്ക് കടന്നിരിക്കുന്നത്. ശ്രീ പണിക്കർ, ഡോക്ടർ ജയരാജ് പറഞ്ഞ ന്യായീകരണത്തോട് താങ്കൾ അതിനെ എങ്ങനെയാണ് കാണുന്നത്? പിന്നെയുള്ള കാര്യം, ഇതിൽ DC ബുക്സ് കൂടി ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം നൽകേണ്ടി വരും, അതിൽ സംശയമില്ലല്ലോ. പക്ഷെ അവർ നിഷേധിച്ചിട്ടില്ല കേട്ടോ. നിഷേധിച്ചിട്ടില്ല, അത് ശരിയാണ്. ഒരു സെക്കൻഡ് മഞ്ജുഷ്, അദ്ദേഹത്തിന്റെ ആ വാദത്തിന്റെ രത്നച്ചുരുക്കം ഒന്ന് പറയാമോ? കാരണം ഞാൻ അല്പം വൈകിയാണ് ചർച്ചയിൽ. അതായത് കമ്മ്യൂണിസ്റ്റ് ശത്രുക്കൾ കൊണ്ടുവന്ന ഒരു നറേറ്റീവാണ് ഇതെന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ആർഗ്യുമെന്റ്. അല്ല, അദ്ദേഹം അത് വായിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വാദത്തിൽ നിന്ന് അദ്ദേഹം പിന്മാറുമെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം ഇതിൽ EP ജയരാജൻ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, ഇതിനെ ഒരു ആത്മകഥ എന്ന നിലയ്ക്കൊന്നും നിങ്ങൾ കരുതേണ്ട, പക്ഷേ എൻ്റെ അനുഭവങ്ങളാണ് ഞാൻ ഇതിൽ എഴുതിയിരിക്കുന്നത് എന്ന് അദ്ദേഹം പറയുന്നു. അദ്ദേഹത്തിന്റെ പല കാഴ്ചപ്പാടുകളുമാണ് ഇതിൽ എഴുതിയിരിക്കുന്നത് എന്ന് പറയുന്നു. അപ്പൊ ഇതിന്റെ തുടക്കം മുതൽ ഈ ഏറ്റവും അടുത്ത കാലത്ത് വന്ന് നിൽക്കുന്ന ഈ ഉപതെരഞ്ഞെടുപ്പ് വരെയുള്ള അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന്റെ തുടക്കം മുതൽ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തിന്റെ തുടക്കം മുതൽ ഇന്നത്തെ വരെയുള്ള ലേറ്റസ്റ്റ് ഡെവലപ്മെന്റുകളെ പറ്റി അദ്ദേഹത്തിന്റെ ഭാഷയിൽ തന്നെ അത് പറയുന്നുണ്ട്. തന്നെയുമല്ല, ഇതിൽ വളരെ വിവാദമായിട്ടുള്ള പല വിഷയങ്ങളെ പറ്റിയും അദ്ദേഹം ഇതിൽ പറയുന്നുണ്ട്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, നമ്മൾ ഇവിടെ അദ്ദേഹത്തിനെ ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിൽ അടക്കം ഏറ്റവും കൂടുതൽ ട്രോൾ ചെയ്യാൻ ഉപയോഗിച്ചിരുന്ന മുഹമ്മദ് അലി വിഷയത്തിൽ പോലും സത്യത്തിൽ എന്താണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് തുറന്നെഴുതുന്നതിന് അദ്ദേഹത്തിന് യാതൊരു വിധത്തിലുള്ള വൈമനസ്യവുമില്ല. അങ്ങനെയുള്ള എല്ലാ വിഷയങ്ങൾ, ജാവദേക്കറിനെ കണ്ടതിൽ, വൈദികം റിസോർട്ടിനെ പറ്റി, അദ്ദേഹത്തിന്റെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ, എല്ലാ കാര്യത്തിനെ പറ്റിയും അദ്ദേഹം തുറന്നെഴുതിയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് വ്യാജമായിട്ട് നിർമ്മിച്ചതാണ് എന്ന് പറയേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മളിവിടെ DC പോലെയുള്ള ഒരു പബ്ലിഷറെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പൊ മഞ്ജുഷ് പറഞ്ഞത് ശരിയാണ്, DC ഈ വിഷയത്തിൽ വ്യക്തത വരുത്തേണ്ടതുണ്ട്. എന്ത് സാങ്കേതിക കാരണത്താലാണ് ഈ പുസ്തകം കുറച്ച് വൈകി മാത്രമേ പ്രസിദ്ധീകരിക്കുകയുള്ളൂ എന്ന് പറയുന്നത് എന്നതിനെക്കുറിച്ച് വിശദീകരിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം തന്നെ പറയുന്നുണ്ടല്ലോ, ഈ പുസ്തകം പ്രസിദ്ധീകരിക്കുന്ന സമയത്ത് അതിലുള്ള ഉള്ളടക്കത്തിനെ കുറിച്ച് നിങ്ങൾക്ക് കൃത്യമായ ബോധ്യമുണ്ടാകും എന്ന് പറയുന്നുണ്ട്. അപ്പൊ പുറത്തു വന്നിരിക്കുന്ന കാര്യങ്ങളെ ഒന്നും തന്നെ അദ്ദേഹം നിഷേധിക്കുന്നില്ല എന്നുള്ള ഒരു കാര്യമുണ്ട്. EP തന്നെ ഇതിന്റെ, അല്ലെങ്കിൽ EP എന്ന് പറയപ്പെടുന്ന ആൾ തന്നെ ഈ പുസ്തകത്തിന്റെ ലാസ്റ്റ് പാർട്ടുകളിൽ എഴുതിയിരിക്കുന്ന ഒരു കാര്യം, ഈ പുസ്തകം ഞാൻ പ്രതീക്ഷിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വരുമെന്നാണ്. അതിനു മുമ്പ് ഇത് വരികയാണെങ്കിൽ വലിയ വിവാദം ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളുമുണ്ട് എന്നും അതിൽ പറയുന്നുണ്ട്. അപ്പൊ അതിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഏതെങ്കിലും ഒരു പ്രസ്താവന CPM-ന് ദോഷകരമായിട്ട് എടുക്കേണ്ടുന്നതാണ്, അല്ലെങ്കിൽ ദോഷകരമായി ഭവിക്കും എന്ന് ഞാൻ കരുതുന്നുമില്ല. വിവാദമുണ്ടാക്കുന്ന പ്രസ്താവനകളുണ്ട്, അദ്ദേഹത്തിന്റെ ആരോപണങ്ങളുണ്ട്. പക്ഷെ ഞാൻ കരുതുന്നത് അദ്ദേഹം അവിടെ പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ ഒരു ജെനുവിൻ അസസ്മെന്റ് ആണ്. ആ അസസ്മെന്റിനെ ഉൾക്കൊള്ളുന്നതിന് CPM-കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇന്ന് പലപ്പോഴും മാധ്യമങ്ങൾ തന്നെ തുടക്കത്തിൽ പ്രചരിപ്പിച്ചതുപോലെ ഒന്നും അല്ല ഇതിൽ എഴുതിയിരിക്കുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം അതിൽ തന്നെ അദ്ദേഹം പറയുന്നത്, ഒരു സ്വതന്ത്രനെ ഇടതുപാളയത്തിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ സ്ഥാനാർത്ഥിയാക്കുന്നത് കൊണ്ട് CPM-ന് ഗുണമുണ്ടോ ഇല്ലയോ എന്നതിനെ കുറിച്ച് പാർട്ടി ആലോചിക്കണം എന്നാണ്. അതിന് അദ്ദേഹം തന്നെ EMS-ന്റെ ഒരു വാദഗതിയെ അദ്ദേഹം എടുക്കുന്നുണ്ട്. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഇത് ഗുണമായിട്ടുമുണ്ട് ദോഷമായിട്ടുമുണ്ട്. അതിനാണ് അദ്ദേഹം പറയുന്നത് വയ്യാവേലി ആയിട്ടുണ്ട്. അല്ലാതെ സരിൻ നേരിട്ട് വയ്യാവേലിയായി എന്ന നിലയ്ക്കൊന്നും തന്നെ അതിനെ വ്യാഖ്യാനിക്കേണ്ടതുമില്ല. അദ്ദേഹം പിന്നീട് ഉദുമ മണ്ഡലവുമായി ബന്ധപ്പെട്ട് എങ്ങനെയാണ് പണ്ട് ഒരു വിമതനെ മറുകണ്ഠം ചാടിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചത് എങ്ങനെയാണ്, പിന്നീട് അദ്ദേഹം മറുപാളയത്തിലേക്ക് തിരിച്ചു പോയത് എങ്ങനെയാണ്, പിന്നീട് മന്ത്രിസഭകൾ, നായനാർ മന്ത്രിസഭ പോലും വീഴുന്നതിന് ഉദുമ മണ്ഡലത്തിന്റെ റോൾ എന്തായിരുന്നു തുടങ്ങി ഉദുമയുമായി ബന്ധപ്പെട്ട ഒരു ചരിത്രം അദ്ദേഹം അവിടെ പറയുന്നു. പക്ഷേ ഇതൊന്നും എഴുതിയത് താനല്ല എന്ന് ഒറ്റ വാചകത്തിൽ EP നിഷേധിക്കുകയാണ് ശ്രീ പണിക്കർ. അതുകൊണ്ട് തന്നെയാണ് പാർട്ടിക്കും ഇക്കാര്യത്തിൽ ഇന്ന് പ്രതിരോധത്തിൽ ആകേണ്ട സ്ഥിതി ഉണ്ടാകാതെ വന്നത്. അതുകൊണ്ടാണല്ലോ MV ഗോവിന്ദന്റെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം ഏത് ചോദ്യവും എടുക്കാൻ തയ്യാറായി അത്രയും സമയം വാർത്താ സമ്മേളനത്തിൽ ഇരുന്നത്. അല്ലെങ്കിൽ സ്ഥിതി വ്യത്യസ്തമാവുമായിരുന്നു. ഈ EP എല്ലാം പറഞ്ഞിട്ടുണ്ടല്ലോ ആ പുസ്തകം ഞാൻ എഴുതിയതല്ല എന്ന്. പിന്നെ ഈ ചോദ്യങ്ങളൊക്കെ എന്തിനാണ്, അതിലെന്താണ് പ്രസക്തി, അതിന്റെ ഉള്ളടക്കത്തിൽ എന്താണ് പ്രസക്തി എന്നാണ് CPM ചോദിക്കുന്നത്. സ്വാഭാവികമായും ശരിയാണല്ലോ, ഞാനല്ല എഴുതിയത് എന്ന് EP പറയുകയാണ്. അപ്പോൾ പിന്നെ അതിൽ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച്, ആ ഉള്ളടക്കത്തെ കുറിച്ച് പോകുമ്പോൾ നമുക്ക് തന്നെ ഒരു സങ്കോചം ഉണ്ടാവുന്നുണ്ടല്ലോ. മഞ്ജുഷ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം, സാങ്കേതികമായി എല്ലാ ആൾക്കാരും ആത്മകഥ എഴുതുന്നത് അവർ തന്നെ ആകണം എന്ന് നിർബന്ധമൊന്നുമില്ല. പലതും ഡിക്റ്റേറ്റ് ചെയ്ത് കൊടുക്കുകയാണ്, അല്ലെങ്കിൽ ഓർമ്മയിൽ നിന്ന് അതും ശരിയാണ്, ഞാൻ പറയുകയും ചെയ്തു. പക്ഷെ EP പറയുന്ന അതുമല്ല, എന്റെ ആത്മകഥ അല്ല ഇതെന്ന് EP പറയുമ്പോഴോ അത് ബയോഗ്രഫിയാണ്. അതില് അങ്ങനെയാണ് എങ്കിൽ അദ്ദേഹത്തിന് അതിശക്തനായിട്ടുള്ള ഒരു അപരൻ, അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തിന് അതിശക്തനായിട്ടുള്ള ഒരു അപരൻ, അദ്ദേഹത്തിന്റെ അതേ ജീവിതം ജീവിച്ച മറ്റൊരു അപരൻ കൂടി ഇവിടെ ഉണ്ട് എന്ന് സമ്മതിക്കേണ്ടി വരും. കാരണം ഇത് വായിച്ചു കഴിഞ്ഞാൽ EP-ക്ക് മാത്രമേ ഇത് എഴുതാൻ കഴിയുകയുള്ളൂ. അല്ലാതെ മറ്റൊരു കാര്യം കൊണ്ട് EP എഴുതിക്കൊണ്ടിരിക്കുകയാണ് ശ്രീത് പണിക്കർ. EP ഒരു ആത്മകഥ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അത് തീർന്നിട്ടില്ല. അല്ല, അതാണ് ഞാൻ പറഞ്ഞത്. EP-യുടെ അതേ ജീവിതം, നമ്മൾ ഈ പാരലൽ ലൈഫ് എന്നൊക്കെ പറയത്തില്ലേ, ആന്റി മാറ്റർ എന്നൊക്കെ പറയത്തില്ലേ, അതേപോലെ തന്നെ
ഇപിക്ക് തുല്യനായിട്ടുള്ള മറ്റൊരു ഇപി ഇതേ ജീവിതം ജീവിച്ചു തീർന്നിരിക്കുന്ന അല്ലെങ്കിൽ ഈ ഘട്ടത്തിൽ എത്തിയിരിക്കുന്ന രാഷ്ട്രീയ ജീവിതത്തിന്റെ ഈ അവസ്ഥയിൽ എത്തിയിരിക്കുന്ന മറ്റൊരു ഇപി എവിടെയോ ഉണ്ട് എന്നും ആ ഇപി DC ബുക്സിനെ തെറ്റിദ്ധരിപ്പിച്ച് DC ബുക്സിനെ കൊണ്ട് ഇത് എഴുതി പബ്ലിഷ് ചെയ്യിപ്പിക്കുകയാണ് എന്നും തോന്നും. ഇപ്പൊ പല ആൾക്കാരും ഇതിൽ ഇപി അല്ല ഇത് എഴുതിയിരിക്കുന്നതെന്ന് പറഞ്ഞിട്ട് DC ബുക്സ് അല്ല DCC ബുക്സ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് ട്രോൾ ചെയ്യുന്നത് ഞാൻ കണ്ടു. ഞാൻ പറയുന്നത് ഒരു ഭാഗത്ത് നിൽക്കുന്നത് ആരാണ്? DC ആണ്. DCയെ സംബന്ധിച്ചിടത്തോളം മലയാളികൾക്ക് ഈ രീതിയിലത്തേക്ക് പുസ്തക പ്രകാശനവുമായി ബന്ധപ്പെട്ട് അവർ ഈ പറയുന്ന ഒരു കാര്യത്തിനെ അവഗണിക്കേണ്ടതുണ്ടോ? അതിന്റെ കവർ ഡിസൈൻ ഉൾപ്പെടെ അതിന്റെ കൃത്യമായിട്ടുള്ള പ്രിന്റ് ലേഔട്ട് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചതിന് ശേഷമാണ് അവരത് പറയുന്നത്. അപ്പൊ എന്തെങ്കിലും ഒരു സങ്കോചം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ EP അത് നിഷേധിക്കുന്നത്. പക്ഷെ ആ പുസ്തകം നമ്മൾ വായിച്ചിട്ടുണ്ട് എങ്കിൽ ആത്മകഥ തന്നെയാണ് ഇപിയുടെ ആത്മകഥ എന്ന് നമുക്ക് പറയാൻ തോന്നുന്നു. ശരിയാണ്. പക്ഷെ ഇപിക്ക് അത് പറയാൻ തോന്നുന്നില്ല എന്നുള്ളതാണ്. ശ്രീ N. ശ്രീകുമാർ, മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മാതൃഭൂമി ബുക്സും DC ബുക്സും തമ്മിലുള്ള ഒരു തർക്കം, ആര് ഇത് പ്രസിദ്ധീകരിക്കും, ആർക്കാണ് ഇതിന്റെ അവകാശം എന്ന തർക്കം, അതിൽ നിന്ന് ഉടലെടുത്ത ഒരു കാര്യമായിട്ട് വരുന്ന രീതിയിലാണ് EP ഇതിനെ അവതരിപ്പിക്കുന്നത്. കാരണം EP പറയുകയാണ് എനിക്കിത് മാതൃഭൂമിക്ക് കൊടുക്കുവാനായിരുന്നു താല്പര്യമുണ്ടായിരുന്നത്, അങ്ങനെയുള്ള ചർച്ചകളും നടന്നിട്ടുണ്ട്, പക്ഷേ നിലവിൽ ഞാൻ ആർക്കും ഈ അവകാശം കൊടുത്തിട്ടില്ല എന്നാണ് EP പറയുന്നത്. N. ശ്രീകുമാർ. നോക്കൂ മഞ്ജുഷ്, EPക്ക് അദ്ദേഹത്തിന്റെ ആത്മകഥ എഴുതണമെങ്കിൽ അത് പബ്ലിഷ് ചെയ്യാൻ കൊടുക്കേണ്ടിയിരുന്നത് ദേശാഭിമാനി പ്രസിദ്ധീകരണത്തിനോ അല്ലെങ്കിൽ ചിന്ത പബ്ലിക്കേഷൻസിനോ ആയിരുന്നു. അത് അദ്ദേഹം കൊടുത്തിട്ടില്ല. അപ്പൊ അദ്ദേഹത്തിന്റെ ഉദ്ദേശം, എനിക്ക് ഇന്നത്തെ ആ തർക്കത്തിൽ നിന്ന് മനസ്സിലായത്, ഈ ആത്മകഥ പുറത്തു വരാൻ സാധ്യതയില്ല. പക്ഷേ ആത്മകഥ പുറത്തു വന്നില്ലെങ്കിലും ആത്മകഥയിൽ ഇന്നതൊക്കെ ഉണ്ട് എന്നും അത് ഞാൻ എഴുതിയല്ലെന്നും ഇന്ന് EP പറയുന്നതിനോട് ജനങ്ങൾക്കിടയിൽ അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായം ഈ ഉപതെരഞ്ഞെടുപ്പ് ദിവസം കൊടുത്തു കഴിഞ്ഞു. ഇനിയും ഈ ആത്മകഥയിൽ ഇതെല്ലാം ഉള്ള സ്ഥിതിക്ക് ഇനി അത് പുറത്തു വരും എന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഇതാണ് ഏറ്റവും നല്ല ഒരു രാഷ്ട്രീയ നേതാവിന്റെ തന്ത്രം. എന്താണ് ആ തന്ത്രം എന്ന് ചോദിച്ചാൽ, ഇന്ന കാര്യങ്ങൾ ഞാൻ പുറത്തുവിടുകയും അത് ഞാൻ എഴുതിയല്ലെന്ന് പറയുകയും ചെയ്യുമ്പോൾ കാര്യങ്ങൾ ആർക്കാണോ ബോധ്യമാകേണ്ടത് അത് ബോധ്യമായിട്ടുണ്ട്. ഇന്ന് രാവിലെ EP ജയരാജനോട് ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം വിശദമായ ഒരു വാർത്താ സമ്മേളനം നടത്തിയില്ല. അദ്ദേഹം വാർത്താ സമ്മേളനം നടത്തിയ സമയം നോക്കൂ, വൈകുന്നേരം 4 മണിക്ക് ശേഷമാണ്. 5 മണി വരെ പോളിംഗ്, എത്ര മണി വരെയാണ്? 6 മണി വരെ. 4 മണിക്കാണ് അദ്ദേഹം ഇതിനെക്കുറിച്ച് വിശദമായ വാർത്താ സമ്മേളനം നടത്തിയത്. അപ്പോഴേക്ക് ഏതാണ്ടൊക്കെ വോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു പ്രധാനപ്പെട്ട കാര്യം, അദ്ദേഹം നാളെ P. സരിന് വേണ്ടി വോട്ട് ചോദിക്കാൻ പാലക്കാട്ട് എത്തുമെന്ന CPMന്റെ പ്രസ്താവനയാണ്. അപ്പൊ അതിൽ നിന്ന് CPM ഇത് ഗൗരവമായി എടുത്തിരിക്കുന്നു എന്ന് വ്യക്തമാകുന്നു. അപ്പൊ ഇതിൽ EP ഉദ്ദേശിച്ച കാര്യം നടന്നു. EP ഉദ്ദേശിച്ച കാര്യം എന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് മനസ്സിലാകാത്ത കാര്യമാണ്. അദ്ദേഹം 2-3 കാര്യം പറഞ്ഞു. ഒന്ന്, ഈ ആത്മകഥ എഴുതാൻ എനിക്ക് വിശ്വസ്തനായ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയായിരുന്നു, അത് ഞാനൊരു പത്രപ്രവർത്തകരാണ് ഏൽപ്പിച്ചത്, അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്നും ഇത് ചോരില്ല എന്ന് പറഞ്ഞു. പിന്നീട് അദ്ദേഹം ഇന്ന് നടത്തിയ പത്രസമ്മേളനങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെതായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ തന്നെ നമുക്കത് രസകരമായി തോന്നും. പക്ഷേ EP ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന കാര്യങ്ങൾ എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ട്, അല്ലെങ്കിൽ എന്റേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാകാതിരിക്കാം, പക്ഷെ അത് ജനങ്ങൾക്കിടയിൽ വന്നു കഴിഞ്ഞു, ജനങ്ങളെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. സരിനെ കുറിച്ച് പറഞ്ഞതും അതുപോലെ പാർട്ടി സ്ഥാനാർത്ഥികളെ കുറിച്ച് പറഞ്ഞതും പാർട്ടിയെ നേരിടേണ്ട അവഗണനയെ കുറിച്ച് പറഞ്ഞതും മറ്റെല്ലാ കാര്യങ്ങളും ഈ 187 പേജുള്ള പുസ്തകത്തിൽ ഉണ്ട് എന്ന് വരുത്തി തീർത്തു. ഇനി അതേസമയത്ത് തന്നെ പോലീസിൽ പരാതി കൊടുക്കുവാനുള്ള ചങ്കൂറ്റവും അദ്ദേഹം കാണിച്ചിട്ടുണ്ട്. അപ്പോൾ അത് അദ്ദേഹത്തിന്റെ കോൺഫിഡൻസ് കൂടി വ്യക്തമാക്കുന്നതല്ലേ? ഇങ്ങനൊരു കരാർ ഇല്ല എങ്കിൽ അദ്ദേഹം വിജയിച്ചു. DC-യുമായിട്ട് ഇങ്ങനെ ഒരു പുസ്തക പ്രസാധനത്തിന് കരാറില്ല എങ്കിൽ EP-യുടെ ഭാഗം ശരിയായി വരികയും ചെയ്യും. അല്ല, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അതൊരു തർക്കമാണ്. 187 പേജിൽ ഒരുപാട് കാര്യങ്ങൾ എഴുതണമെങ്കിൽ അത് ആരെഴുതിയെന്നോ ആര് പ്രസിദ്ധീകരിക്കാൻ പോകുന്നോ എന്നൊരു വിഷയമുള്ള കാര്യമല്ല എന്റെ മുമ്പിൽ. അത് DC ബുക്സ് പ്രസിദ്ധീകരിച്ചാലും മാതൃഭൂമിയാണെങ്കിലും ചിന്തയാണെങ്കിലും അത് വിഷയമല്ല. പക്ഷെ എന്താണെന്ന് വെച്ചാൽ അതിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ട് എന്ന് പറയുകയും അത് നിഷേധിക്കുകയുമാണ്. അപ്പൊ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് നിഷേധിക്കുന്നത്. അപ്പോൾ പറഞ്ഞുകൊണ്ട് നിഷേധിക്കുമ്പോൾ ജനങ്ങൾക്ക് കാര്യം മനസ്സിലാവും, ഓ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന്. അത് ഫലിക്കുകയേ വേണ്ടൂ, പുസ്തകം ഇറങ്ങണമെന്നില്ല. പുസ്തകനാൾ ഒരുപക്ഷെ പാർട്ടിയുടെ ഒരു സന്നദ്ധനായ പ്രവർത്തകൻ എന്നതിലേക്ക് അദ്ദേഹം അത് പിൻവലിച്ചു എന്നും വരാം. ഇതിപ്പോ DC ബുക്സിന്റെ കാര്യത്തിൽ നിന്നും അവരെ സംബന്ധിച്ചിടത്തോളം അവരൊരു പബ്ലിഷിംഗ് കമ്പനിയാണ്. അവരവരുടേതായ അഭിപ്രായങ്ങൾ ഇപ്പോൾ പറയണമെന്നില്ല. കാരണം ഈ ബുക്കിന് നാളെ പ്രസിദ്ധീകൃതമാവുകയാണെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം അവർക്ക് തന്നെയാണല്ലോ. അപ്പൊ അതുകൊണ്ട് അങ്ങനെയും ആകാം. പിന്നെ ഇത് പ്രസാധകനും അതുപോലെ തന്നെ രചയിതാവും തമ്മിലുള്ള ഒരുപാട് കഥകളൊക്കെ നമ്മുടെ നാട്ടിൽ കാണുന്നുണ്ട്. പക്ഷേ കേരള ചരിത്രത്തിലെ CPMന്റെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ജീവചരിത്രം ഇത്ര വിവാദമാവുകയും ആ വിവാദത്തിന്റെ അടിസ്ഥാനത്തിൽ ആ വിവാദം ഒരു തെരഞ്ഞെടുപ്പ് ദിവസം നടക്കുകയും ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. ശരിയാണ്. അങ്ങനെ ഒരു റെക്കോർഡിന് കൂടി EP അർഹനാവുകയാണ്. അങ്ങനെ പല തൂവലുകളും EP-യുടെ തൊപ്പിയിലേക്ക് വരികയാണ്. ഇവിടെ ഒരു കമ്മ്യൂണിസ്റ്റുകാരന്റെ ആത്മകഥ ഇങ്ങനെ ഒരു പ്രസാധക കമ്പനിയിലൂടെ വിവാദമാകുന്ന കാഴ്ചയാണ്. മഞ്ജുഷ, ഒരു കാര്യം കൂടെ, അതായത് അദ്ദേഹം അതിലൊരു കാര്യം പറയുന്നുണ്ട്.
3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന ദിവസം എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ അർത്ഥം എന്താ വെച്ചാൽ ആ ആത്മകഥയിൽ 3 ഉപതെരഞ്ഞെടുപ്പുകൾ വന്നു എന്നുള്ളതാണ്. ഇത് ആത്മകഥയിൽ നാളെ പ്രസിദ്ധീകൃതമാകുമ്പോൾ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. മനസ്സിലായല്ലോ? അത് ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്ന സമയത്ത് എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം അത് നാളെ പ്രസിദ്ധീകൃതമാകുമെന്ന് കരുതുന്ന ആത്മകഥയിൽ വേണമെന്നില്ല. എഡിറ്റ് ചെയ്യാമല്ലോ, ആത്മകഥ എഡിറ്റ് ചെയ്യാമല്ലോ പാർട്ടിക്ക് വേണ്ടിയിട്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ഇ പി ജയരാജൻ എന്നാലും നല്ല ഒരു എന്താ പറയാ സൂത്രക്കാരനായ കമ്മ്യൂണിസ്റ്റുകാരന്റെ മധുരമായ നമ്മൾ സ്ഥിരം പറയുന്ന പോലത്തെ ഒരു പകവീട്ടിൽ തന്നെയാണ്. മുമ്പത്തെ ഇ പി എ നമുക്ക് നോക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം പല കാര്യങ്ങളും നിഷേധിച്ചതിന് ശേഷം പിന്നെ അത് സമ്മതിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. പിന്നെ നിഷ്കളങ്കനായ ഒരാളാണ് എന്ന രീതിയിൽ പാർട്ടിയുടെ ശത്രുക്കൾക്ക് പോലും അദ്ദേഹത്തെ ഇഷ്ടമാണ് എന്നുള്ള കാര്യവുമുണ്ട്, ഇല്ലേ? എതിർപ്പാളയത്തുള്ളവർക്കും അദ്ദേഹത്തോട് താല്പര്യമാണ്, അദ്ദേഹം ഒരു നിഷ്കളങ്കനാണ്, എല്ലാ കാര്യങ്ങളും തുറന്നു പറയുമെന്ന്. പക്ഷേ ആദ്യം അദ്ദേഹം അത് നിഷേധിക്കും, പിന്നെയായിരിക്കും ആ തുറന്നു പറച്ചിൽ ഉണ്ടാവുക. സമീപകാലത്തെ എല്ലാ സംഭവങ്ങളിലും നമ്മൾ കണ്ടതാണ്. പക്ഷേ അത് കൃത്യമായിട്ട് അത് എവിടെയാണോ എത്തിക്കേണ്ടത് അവിടെ എത്തിക്കുവാനുള്ള തന്ത്രജ്ഞതയും ഇതോടൊപ്പം തന്നെ ഇ പിക്ക് ഉണ്ട്. പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്, ഇക്കാര്യത്തിൽ മുന്നണിയെ പ്രതിരോധത്തിലാക്കുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ LDF കൺവീനർ സ്ഥാനത്ത് അദ്ദേഹത്തിന് മാറിപ്പോകേണ്ടി വന്നത്. ശ്രീ ബൽദേവ്, വളരെ കൂടുതൽ വിമർശിക്കപ്പെട്ട ഒരു വ്യക്തിയാണ് ഇ പി ജയരാജൻ. നമ്മൾ വലിയ വലിയ സിനിമകൾ വരുമ്പോൾ ആദ്യമായിട്ട് അതിന്റെ ഒരു ട്രെയിലറോ ട്രീസറോ എന്നൊക്കെ പറഞ്ഞ് പുറത്തിറക്കും. അതൊരു കച്ചവടത്തിന്റെ വാണിജ്യമായിട്ടുള്ള ഒരു ഭാഗം മാത്രം. ഇവിടെ ഒരു ട്രെയിലർ ഇങ്ങനെ പുറത്തിറങ്ങിയിട്ടുണ്ട്. അത് ട്രെയിലർ പോലെ തന്നെ കുറച്ച് കഥകൾ പുറത്തു വന്നു. ഇതിൽ നമുക്കൊരു കാര്യമുണ്ട് മഞ്ജുഷ, നിയമപരമായി പറഞ്ഞാൽ മഞ്ജുഷ് എന്നെ കുറിച്ചൊരു കാര്യം പറയും, ഞാനത് നിഷേധിച്ചാൽ അത് പ്രൂവ് ചെയ്യേണ്ട ഉത്തരവാദിത്വം ബർഡൻ ഓഫ് പ്രൂഫ് എന്ന് പറയും, അതും മഞ്ജുഷിനാണ്. ഇവിടെ ഇ പി ജയരാജൻ പരിപൂർണമായിട്ട് ഇത് നിഷേധിച്ചു, കേസ് കൊടുക്കാൻ പോകുന്നു പറയും. അപ്പോൾ ഇത് നേരത്തെ ഇവിടെ എല്ലാവരും ചർച്ച ചെയ്ത പോലെ ഇത് ക്ലാരിഫൈ ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് DC ബുക്സിനാണ്. കാര്യം ഒരു ബുക്ക് വെറുതെ പ്രസിദ്ധീകരിക്കാൻ പറ്റില്ല ആർക്കും. പുസ്തകം പ്രസിദ്ധീകരിക്കണം എന്നുണ്ടെങ്കിൽ അത് എഴുതുന്ന ആളും പബ്ലിക്കേഷൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ചില കരാറുകൾ ഉണ്ടാകണം, പല കാര്യങ്ങൾ, അതിന്റെ റോയൽറ്റി സംബന്ധിച്ച കാര്യങ്ങൾ. ഇനി ഇതെല്ലാം എഗ്രിമെന്റ് ആയതിനു ശേഷമാണ് ഒരു പുസ്തകം അങ്ങോട്ട് കൊടുക്കുന്നത്. അങ്ങനെ തീർച്ചയായിട്ടും ഈ പുസ്തകം ഇ പി ജയരാജൻ DC ബുക്സിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ദർ ഷുഡ് ബി ആൻ എഗ്രിമെന്റ് ബിറ്റ്വീൻ ദം. അല്ലാതെ ഒരിക്കലും ഒരു പുസ്തകം ഒരാൾ എഴുതി കൊടുക്കില്ല. പിന്നെ ആ പുസ്തകത്തിൽ പറയുന്ന 3 കാര്യങ്ങൾ ഞാനൊന്ന് പോയിന്റ് ചെയ്ത് നിർത്താം. ഒന്ന്, പിണറായി വിജയൻ സർക്കാർ പരാജയമാണ് എന്നാണ് അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ആരോപണമുള്ളത്. 2, പി സരിൻ എന്ന് പറയുന്ന അവസരവാദി രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവന്നു. പിന്നെ അൻവറിനെ പോലെയുള്ള സ്വതന്ത്രന്മാരെ പാർട്ടിയിൽ കൊണ്ടുവന്ന് നിർത്തിയത് പാർട്ടിക്ക് ക്ഷീണം ഉണ്ടാക്കിയെന്ന് പറയുന്നു. ഈ സ്വതന്ത്രന്മാരുടെ കഥ നമ്മൾ 57 മുതൽ പരിശോധിച്ചാൽ 2 മുന്നണികളിലും സ്വതന്ത്രന്മാർ വളരെ കൂടുതലുണ്ടായിട്ടു. 58 EMS മന്ത്രിസഭ CPM-ന്റെ അല്ല CPI-യുടെ മന്ത്രിസഭയാണ്. അന്ന് 60 MLA-മാരെ ഉള്ളായിരുന്നു, 126 60 ഉള്ളായിരുന്നു. അന്ന് തൃശ്ശൂരിൽ നിന്ന് ജയിച്ച AR മേനോൻ മന്ത്രിയായിരുന്നു, സ്വതന്ത്രനായിരുന്നു. തലശ്ശേരിയിൽ നിന്ന് ജയിച്ച VR കൃഷ്ണയ്യർ സ്വതന്ത്രനായിരുന്നു, മന്ത്രിയായിരുന്നു. അതുപോലെ കോൺഗ്രസ് പിന്തുണയോടെയാണ് താനൂരിൽ നിന്ന് CH മുഹമ്മദ് കോയ 57 ജയിച്ചത്. മൊയ്തീൻകുട്ടി ഹാജിയും ജയിച്ചത് തിരൂരിൽ നിന്ന് ജയിച്ചത്, അതും സ്വതന്ത്രനായിട്ടായിരുന്നു. അപ്പൊ സ്വതന്ത്രന്മാരുടെ ഒരു ചരിത്രം 57 മുതലുള്ള എല്ലാ മന്ത്രിസഭകളിലും നിയമസഭകളിലും 2 മുന്നണികളിലും ഉണ്ട്. ഇപ്പോൾ കൊല്ലത്താനുണ്ടല്ലോ 1-2 സ്വതന്ത്ര MLA-മാരുണ്ട്. അപ്പൊ ഇത് ചില പ്രത്യേക സാഹചര്യങ്ങളിൽ 2 മുന്നണികളും. ഞാൻ ഒരു കാര്യം ഒന്ന് തിരുത്തി പറയാൻ ആഗ്രഹിക്കുകയാണ്. ഇത് ഇ പി ജയരാജൻ ആവശ്യപ്പെട്ടത് പ്രകാരമാണ്. ഞങ്ങളുടെ പാലക്കാടുള്ള റിപ്പോർട്ടർ VV അരുണിനോട് ഇപ്പോൾ ഇ പി ജയരാജൻ പറഞ്ഞ കാര്യമാണ്. ഇപ്പോൾ നമ്മൾ സംഘടിപ്പിക്കുന്ന ഈ ചർച്ച പ്രൈം ഡിബേറ്റ് അദ്ദേഹം കാണുന്നുണ്ട്. ആത്മകഥ എന്റേത് തന്നെ, അതിൽ ഭൂരിഭാഗവും ഞാൻ എഴുതിയത് തന്നെ, ഞാൻ അറിയാത്ത എഴുതാത്ത ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി എന്നതാണ് പ്രശ്നം. അതെങ്ങനെ വന്നു എന്നതാണ് ചോദ്യം. ഞാൻ അറിയാത്ത എഴുതാത്ത ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി എന്നതാണ് പ്രശ്നം. അതെങ്ങനെ വന്നു എന്നതാണ് ചോദ്യം. മാതൃഭൂമി ബുക്സും DC ബുക്സും തമ്മിൽ തർക്കം, അത് ഞാനിവിടെ പറഞ്ഞല്ലോ, അങ്ങനെ ഒരു തർക്കമാണോ എന്ന്. തമ്മിൽ തർക്കമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, ഇ പി ജയരാജൻ പറഞ്ഞിട്ടില്ല. 2 പേരും എന്നെ സമീപിച്ചു എന്ന് മാത്രമാണ് പറഞ്ഞത്. പുസ്തകത്തിന്റെ ആമുഖമോ മുഖപുരയോ എഴുതിയിട്ടില്ല, പേരും തീരുമാനിച്ചിട്ടില്ല. ഇതാണ് ഇപ്പോൾ ഇ പി ജയരാജൻ വിശദീകരണമായിട്ട് പറഞ്ഞത്. നമ്മൾ ഈ ചർച്ച നടത്തുന്ന അദ്ദേഹം കേട്ടപ്പോൾ അതിൽ വന്ന തെറ്റുകൾ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. ആത്മകഥ എന്റേത് തന്നെ, അതിൽ ഭൂരിഭാഗവും ഞാൻ എഴുതിയത് തന്നെ. ഇത് രാവിലെ മുതൽ തന്നെ ചോദ്യമായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിൽ ഇ പി ശരിക്കും വിശദീകരണം നൽകിയത് ഇപ്പോഴാണെന്ന് എനിക്ക് തോന്നുകയാണ്. ആത്മകഥ എന്റേത് തന്നെ, അതിൽ ഭൂരിഭാഗവും ഞാൻ എഴുതിയത് തന്നെ, ഞാൻ അറിയാത്ത എഴുതാത്ത ഭാഗങ്ങൾ കൂടി ഉൾപ്പെടുത്തി എന്നതാണ് പ്രശ്നമെന്ന്. ബൽദേവ് തുടർന്നോളൂ. അല്ല, ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞു, എനിക്ക് കൂടുതൽ സംസാരിക്കാറില്ല. ഞാൻ ഒന്ന് ബഹുമാനപ്പെട്ട ശ്രീകുമാർ പറഞ്ഞ കാര്യം, ഇത് ദേശാഭിമാനിയിലോ ചിന്തയിലോ പ്രസിദ്ധീകരിക്കാമെന്ന്. അങ്ങനെ നിയമമൊന്നുമില്ല. കമ്മ്യൂണിസ്റ്റുകാരുടെ പുസ്തകം ദേശാഭിമാനിയിലോ ചിന്തയിലോ പ്രസിദ്ധീകരിക്കുന്ന നിയമമല്ല. എത്രയോ കമ്മ്യൂണിസ്റ്റുകാർ മറ്റു പല പുസ്തകങ്ങളിലും പല ഇതൊക്കെ പുസ്തകങ്ങൾ ആത്മകഥകൾ പ്രസിദ്ധീകരിക്കുക, അതിന് വേണമെന്നില്ല. പിന്നെ മറ്റൊരു കാര്യം, ഇന്ന് തന്നെ ഇത് വന്നതുകൊണ്ട് ഇടതുപക്ഷക്കാരെല്ലാവരും കൂടെ മാറി വോട്ട് ചെയ്യും. എനിക്കങ്ങനെ തോന്നുന്നില്ല. പാലക്കാട്ടും അല്ലെങ്കിൽ ചേലക്കരയായാലും വയനാടായാലും ഇന്നത്തെ ദിവസം അങ്ങനെ ഒരു പ്രസ്താവന വന്നതുകൊണ്ട് ഈ ഭാഗത്തുള്ള ഇടതുപക്ഷക്കാർ മൊത്തത്തിൽ മാറി കോൺഗ്രസിലൂട്ടി. അത്രയ്ക്ക് മണ്ടൻ വല്ല വന്നു ഇ പി ജയരാജൻ
ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാർ അത്ര ഇവിടെ പാനലിസ്റ്റുകൾ അങ്ങനെ ചിന്തിക്കുമെന്ന് ഞാൻ കരുതുന്നു. ഒരു പത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു, അദ്ദേഹത്തിന്റെ ഇതിൽ ഈ സ്ഥാനാർത്ഥിത്വം കൊടുത്ത തെറ്റായിപ്പോയെന്ന് ഇ പി ജയരാജന്റെ ഒരു പ്രസ്താവനയായിട്ട് തന്നെ വരട്ടെ, അതുകൊണ്ടൊന്നും അങ്ങനെ വോട്ട് മാറിപ്പോന്നും വിശ്വസിക്കുന്നു. അങ്ങനെ കേരളത്തിലെ ജനങ്ങൾ നല്ല പ്രബുദ്ധരായ ജനങ്ങളാണ്. എന്തെങ്കിലും ഒരു തുച്ഛമായ സംഭവങ്ങൾ കൊണ്ട് ഇങ്ങനെ വോട്ടൊന്നും മാറിപ്പോകത്തൊന്നുമില്ല. അപ്പൊ ഇതിനകത്ത് ഇന്ന് ഈ വന്ന വാർത്തയുമായി ബന്ധപ്പെട്ട് ഇതിന്റെ പിന്നിൽ എന്തെങ്കിലും ഒരു ക്രിമിനൽ കോൺസ്പിറസി തന്നെ വേണം പറയാം. അത് കുറ്റകരമായ ഒരു ഗൂഢാലോചനയാണ്. കാര്യം ഇന്നത്തെ ദിവസം തന്നെ ഇത് വരിക. പക്ഷേ ഇത് അല്ലെ, അദ്ദേഹം ഇപ്പോൾ ഈ രാവിലെ പറഞ്ഞ കാര്യങ്ങൾ അദ്ദേഹം കുറച്ച് മാറ്റങ്ങൾ വൈകിട്ടോട് കൂടി വരുത്തിയിട്ടുണ്ട്. അത് ശ്രീ എൻ ശ്രീകുമാർ പറഞ്ഞതും ശരിയാണ്. അദ്ദേഹം കൂടുതൽ വിശദീകരിക്കാൻ തയ്യാറായത് വൈകിട്ടാണെന്ന്. ഇപ്പോൾ അദ്ദേഹം പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടിയുണ്ട്, ഈ ഭാഗങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് വേണ്ടി കൊടുത്തിട്ടുണ്ട്, പക്ഷെ അതിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട് എന്നാണ് അദ്ദേഹം ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. പല പുസ്തകങ്ങളിലും അങ്ങനെ അത് തന്നെ അറിയിക്കാതെ പിന്നെ ഈ ഡ്രാഫ്റ്റ് എല്ലാം വായിച്ചു നോക്കിയിട്ടാണല്ലോ ഫൈനൽ അപ്രൂവൽ കൊടുക്കുന്നത്. അത് എഴുത്തുകാരന്റെ അവകാശമാണല്ലോ. അതൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. അല്ല മഞ്ജുഷേ, ആഗോളതലത്തിൽ തന്നെ ചില പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുമ്പോൾ ഇതുപോലെ എഴുത്തുകാരനും പ്രസാധകരും തമ്മിൽ ഇഷ്യൂ ആയി വലിയ വലിയ കോടിക്കണക്കിന് രൂപ നഷ്ടപരിഹാരം കൊടുത്ത കേസുകൾ തന്നെ ഉണ്ടായിട്ടുണ്ട്. മഞ്ജുഷ, അതൊക്കെ ശരിയാണ്. നമ്മൾ ഈ എഴുത്തുകാരും പ്രസാധകരും തമ്മിലുള്ള തർക്കത്തിലേക്ക് പോകേണ്ട. ശ്രീ ഷാജഹാൻ, ഇപ്പോൾ നമ്മുടെ ഈ ചർച്ച കണ്ടിട്ട് ഇ പി നൽകിയ ഒരു വിശദീകരണമാണിത്. കാരണം നമ്മുടെ ചർച്ചയിൽ ഉണ്ടായ ചില പരാമർശങ്ങളിൽ തെറ്റ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുകയാണ്. അതിൽ കൗതുകമായിട്ടുള്ള ഏറ്റവും ആദ്യത്തെ തന്നെയാണ്, ആത്മകഥ എന്റേത് തന്നെയാണ്, ഞാൻ എഴുതിയത് തന്നെയാണ്, പക്ഷേ അതിൽ ചില കൂട്ടിച്ചേർക്കലുകൾ നടത്തിയിട്ടുണ്ട് എന്നുള്ളത്. അല്ല മഞ്ജുഷ, ഞാൻ ഈ ചർച്ചയിൽ ആദ്യ പ്രതികരണത്തിൽ പറഞ്ഞ കാര്യവും അതോടൊപ്പം തന്നെ ശ്രീമാൻ ശ്രീകുമാർ പറഞ്ഞ കാര്യവും കൂടെ ചേർത്ത് വെച്ചാൽ വളരെ ക്ലിയറാണ്. എന്താണ് അതിനകത്തുള്ള ക്ലാരിറ്റി എന്ന് പറഞ്ഞാൽ? എന്താണ് ക്ലാരിറ്റി എന്ന് പറയുന്നത്? അയാൾക്ക് ചില കാര്യങ്ങൾ ജനങ്ങളെ അറിയിക്കേണ്ടതുണ്ടായിരുന്നു, അയാൾക്ക് ചില കാര്യങ്ങൾ പാർട്ടി അണികളെ അറിയിക്കേണ്ടതുണ്ടായിരുന്നു, അത് ഇലക്ഷൻ്റെ ദിവസം തന്നെ അയാൾക്ക് അറിയിക്കേണ്ടതുണ്ടായിരുന്നു. അത് അയാൾ ഇതിനു മുമ്പും ചെയ്തിട്ടുള്ളതാണ്. അത് തന്നെയാണ് അയാൾ ഇന്ന് ചെയ്തത്. ഇപ്പോൾ അയാൾ നടത്തിയിരിക്കുന്ന പ്രതികരണം നിങ്ങൾ നോക്കൂ. രാവിലെ പറഞ്ഞതിന് മൊത്തം മലക്കം മറിഞ്ഞിരിക്കുകയല്ലേ. രാവിലെ അയാൾ പറഞ്ഞെന്താണ്, ഇങ്ങനൊരു സംഭവമില്ല, ഡി സി ബുക്സ് ഇങ്ങനൊരു സാധനം കൊടുത്തിട്ടില്ല, ഡി സി ബുക്സുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല, ഒരു കരാറുമില്ല, ഞാൻ എഴുതി കഴിഞ്ഞിട്ടില്ല, ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, ഇപ്പോഴും ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ് എന്നു പറഞ്ഞ ഇ പി ജയരാജൻ തെരഞ്ഞെടുപ്പ് പോളിംഗ് മുഴുവൻ കഴിഞ്ഞപ്പോഴാണ് മലക്കം മറിഞ്ഞുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൽ നിന്ന് വളരെ കൃത്യമാണ് കാര്യം. അയാൾക്ക് തെരഞ്ഞെടുപ്പ് ദിവസം ചില കാര്യങ്ങൾ പറയണമെന്നുണ്ടായിരുന്നു. പിന്നെ വോട്ട് മാറുമൊന്നുമില്ല, വോട്ടൊക്കെ അങ്ങോട്ട് കല്ലിനിടിച്ചാൽ മാറാത്തതാണ് എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വോട്ടിൻ്റെ ദിവസമൊക്കെ മാറിയ ചരിത്രമുണ്ട്. ഇവിടെ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. ഇപ്പോൾ നെയ്യാറ്റിൻകര തെരഞ്ഞെടുപ്പിൽ അച്യുതാനന്ദൻ പോയപ്പോഴത്തേക്കും വന്ന മാറ്റമുണ്ട്, ഒരുപാട് മാറ്റങ്ങളുണ്ട്. അപ്പോൾ ഈ വൈകിട്ടത്തെ ഇ പി ജയരാജൻ്റെ ക്ലാരിഫിക്കേഷനോട് കൂടി എന്താണ് ഇ പി ജയരാജൻ ഉദ്ദേശിച്ചതെന്നും അത് വളരെ കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കഴിഞ്ഞു. അത് വളരെ വളരെ ക്ലിയറാണ്. അയാളുടെ കാര്യം സാധിച്ചു കഴിഞ്ഞപ്പോൾ അയാളുടെ അഭിപ്രായങ്ങൾ മാറ്റി പറഞ്ഞിരിക്കുന്നു. ഇത്ര വ്യത്യാസം. ശരി, ശ്രീ യുവരാജ് ഗോകുൽ, ഇപ്പോൾ ഇ പിയുടെ വിശദീകരണത്തിൽ താങ്കൾ എങ്ങനെയാണ് അതിനെ കാണുന്നത്? അല്ല, അതിനകത്ത് ഈ ശ്രീത്ത് ആദ്യം ചർച്ചയ്ക്ക് വന്നപ്പോൾ അദ്ദേഹം ചോദിച്ചൊരു കാര്യമുണ്ടല്ലോ, ഇവിടെ ഇടതുപക്ഷ സഹയാത്രികർ പറഞ്ഞതിൻ്റെ രത്നച്ചുരുക്കം എന്താണെന്ന്. ആ രത്നച്ചുരുക്കം തന്നെയാണ് ഇ പി ഇപ്പോഴും പറയുന്നത്. എൻ്റെ ഗർഭം ഇങ്ങനല്ല എന്ന് ജഗതി മേലെപ്പറമ്പിൽ ആൺവീടിൽ പറയുന്നതിന് സമാനമായിട്ട് മാത്രമാണ് എൻ്റെ ഉള്ളടക്കം ഇങ്ങനെയല്ല എന്നാണ് അദ്ദേഹം പറഞ്ഞു വരുന്നത്. അദ്ദേഹത്തിൻ്റെ ഉള്ളടക്കം എന്താണെന്നുള്ള കാര്യം നമുക്കറിയില്ല. പക്ഷേ പറയേണ്ടത് ഏതൊക്കെ ഭാഗം അതിലേക്കാണ് ഞാൻ വരുന്നത്. മഞ്ജുഷ, ഇവിടെ ഇപ്പോൾ ഡി സിക്ക് കൊടുത്തോ അല്ലെങ്കിൽ മാതൃഭൂമിക്ക് കൊടുത്തോ ഇതൊന്നും അല്ല ഇവിടുത്തെ നമ്മളെ ബാധിക്കുന്ന വിഷയങ്ങൾ, ഇതൊന്നുമല്ല. ഈ വിഷയത്തിലെ ഉള്ളടക്കം എന്ന് പറയുന്നതാണ് നമ്മളെ ബാധിക്കുന്ന കൃത്യമായിട്ടുള്ള വിഷയം. ശ്രീ ഇ പി ജയരാജൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ മനസ്സിലാക്കേണ്ടത് ഇത് പഴയ കാലഘട്ടമൊന്നുമല്ല. ഇപ്പോൾ എന്താണ് ശ്രീ ബൽദേവ് സച്ചിദാനന്ദൻ പറയുന്നുണ്ടായിരുന്നു, എന്താണ് കോടികൾ നഷ്ടപരിഹാരം കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് പല പ്രസാധകരും പല എഴുത്തുകാർക്കും എന്ന് പറഞ്ഞിട്ട്. അതിന് കൃത്യമായിട്ട് നിങ്ങൾക്ക് എവിഡൻസ് കാണിക്കണമെന്നേ. 178 പേജുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നത് വെറുതെ നമ്മളിങ്ങനെ കൊണ്ടുപോയിട്ട് പേപ്പറുകളായിട്ട് എഴുതി കൊടുക്കുന്നതല്ലോ. ഒന്നെങ്കിൽ അത് എഴുതി കൊടുത്തതായിരിക്കണം, അല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായിട്ട് മെയിൽ ചെയ്യുകയോ അങ്ങനെ എന്തെങ്കിലും സംവിധാനത്തിലോ ആയിരിക്കണം പോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അകത്ത് അല്ലാത്ത ഭാഗങ്ങളാണ് വന്നിട്ടുള്ളത് എന്നുണ്ടെങ്കിൽ ഇതിനകത്ത് എവിഡൻസ് ഉണ്ടാവുന്നില്ല. ഇനി എഴുതി കൊടുത്തിരിക്കുന്നതാണെങ്കിൽ പോലും പ്രത്യേകിച്ചൊരു കൈയക്ഷരത്തിനകത്ത് എഴുതി കയറ്റിയിരിക്കുന്നതാണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ആണോ തിരിച്ചറിയാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടെന്നേ. പിന്നെ ഈ കേസ് കൊടുക്കുന്നു അന്വേഷിക്കുന്നു എന്നൊക്കെ പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതല്ലോ. ഇപ്പം നമ്മുടെ ഡോക്ടർ ബി ജയരാജ് അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു എന്താണ് അത് ഫേക്ക് ഐ ഡി ആണെന്ന് തെളിഞ്ഞു, ഹാക്ക് ചെയ്യപ്പെട്ടാണെന്ന് തെളിഞ്ഞു. എവിടെ തെളിഞ്ഞു എന്നേ സാറേ? ശനിയാഴ്ച ദിവസമാണ് ഈ പറയുന്ന ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുന്നത്. നമ്മൾ ഇന്ന് സംസാരിക്കുന്നത് ബുധനാഴ്ചയാണ്. ആധുനിക സാങ്കേതിക വിദ്യയുടെ കാലഘട്ടത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. കേരള പോലീസിനെയും അതിൻ്റെ
സൈബർ വിങ്ങിനെ അത്രയ്ക്ക് അങ്ങ് വില കുറച്ച് കാണരുതേ. അവർക്ക് 24 മണിക്കൂർ മതി ഒരു ഫേസ്ബുക്ക് ID ഹാക്ക് ചെയ്യപ്പെട്ടോ, ഏത് IP അഡ്രസ്സിൽ നിന്നാണ് അത് ഹാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്, ഏത് വ്യക്തിയാണ് അത് ചെയ്തിരിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് 24 മണിക്കൂർ തികച്ചു വേണ്ടാന്നേ. അപ്പോൾ ഇന്ന് ബുധനാഴ്ചയായിട്ട് ഇതുവരെ ആരാണ് ചെയ്തത്, എന്താണ് ചെയ്തതെന്ന് പുറത്തു വരുന്നില്ല എന്നുണ്ടെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം എന്താണ്, അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ ഈ പറയുന്ന പോലീസിൽ കേസ് കൊടുത്തു, പരാതി കൊടുത്തു, ഇങ്ങനെയൊന്നും പറയുന്നത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. ഇപ്പോൾ നേരത്തെ ശ്രീത്ത് പറഞ്ഞല്ലോ, എന്താണ് ഇദ്ദേഹത്തിൻ്റെ ആത്മകഥ അദ്ദേഹം അല്ല എഴുതിയെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അപരൻ ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് അദ്ദേഹത്തെ പോലെയെന്ന്. ഇനിയിപ്പോൾ EP ജയരാജന് പറയാൻ പറ്റുന്നത് മറ്റേ കോബ്രയിൽ സലീം കുമാർ പറയുന്നത് പോലെ ഉള്ളൂ. ശരിക്കുള്ള ഞാനില്ലേ, ഞാൻ വേറെ വളരെ ആത്മവിശ്വാസത്തോടു കൂടി ഇതിനെ ഈ പരാതി മാത്രമല്ല, ഇപ്പോൾ വക്കീൽ നോട്ടീസും പോയിട്ടുണ്ട്. മഞ്ജുഷ, ഈ ആത്മവിശ്വാസമൊക്കെ നമ്മൾ വളരെ കാലങ്ങളായിട്ട് കാണുന്ന ആത്മവിശ്വാസങ്ങൾ തന്നെയാണ്. ഇവിടെ പല കേസുകളിൽ ഇവർ ഈ പറയുന്നത് പോലെ കൊണ്ടുവന്ന് ഈ പറയുന്ന കേസ് കൊടുക്കലും പരാതി കൊടുക്കലും. ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, ഇവര് വലിയ വായിൽ പറഞ്ഞായിരുന്നല്ലോ ഹിന്ദുവിൽ, ഞാൻ നേരത്തെ ആദ്യത്തെ റൗണ്ടിൽ പറഞ്ഞതുപോലെ തന്നെ ഹിന്ദുവിൽ ഇന്റർവ്യൂ വരുന്ന സമയത്ത് ഇവർ വലിയ വായിൽ പറഞ്ഞു ഞങ്ങൾ കേസ് എടുക്കും, പരാതി എടുക്കും. ഒരു പൂച്ചക്കുഞ്ഞിനെങ്കിലും ഇവർ അറസ്റ്റ് ചെയ്തോ? ഒരു പൂച്ചക്കുഞ്ഞിനെതിരെങ്കിലും വിഷയം. അതായത് ഈ പ്രകാശ് ജാവ്ദേക്കറിന്റെ കാര്യത്തിലും ഈ വക്കീൽ നോട്ടീസും ഈ പരാതിയൊക്കെ കൊടുത്തതാ. അല്ല, അവരങ്ങനെ ഇതൊന്നും സംഭവിക്കാൻ ഇവര് വെറുതെ ആ ഒരു ഇപ്പൊ ഇലക്ഷൻ ശ്രീ ഷാജഹാൻ സാർ പറഞ്ഞതുപോലെ തന്നെ EPയെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ മലയാളത്തിലൊരു പ്രയോഗമുണ്ട്, ചിറ്റമ്മ നയം ചിലർക്കെതിരെ നടക്കുന്നു. EPക്ക് ഒരു വിശ്വാസം ഇപ്പം വന്നിട്ടുണ്ട്, തനിക്കെതിരെ ഒരു ചിറ്റപ്പൻ നയം ഈ പാർട്ടിക്കകത്ത് നടക്കുന്നുണ്ട് എന്നുള്ള ഒരു തോന്നൽ അദ്ദേഹത്തിന് വന്നിട്ടുണ്ട്. അപ്പൊ ഇലക്ഷൻ സമയമാണ്, കൃത്യമായിട്ട് ഈ കട്ടൻ ചായയും പരിപ്പോടെയും വളരെ ചൂടോടുകൂടി ഈ കേരളത്തിൽ സെയിൽ ചെയ്യാൻ പറ്റാനും മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിനെ ടേക്കപ്പ് ചെയ്യാനും പറ്റുന്ന സമയം അദ്ദേഹത്തിന് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് മാത്രം ഇത് സംഭവിച്ചതാണ്. അദ്ദേഹത്തിന് കൃത്യമായിട്ട് പണി കൊടുക്കണമായിരുന്നു ആ കാര്യം. ശരി. ഡോക്ടർ B ജയരാജ് ഇപ്പോൾ ഈ വക്കീൽ നോട്ടീസ് അയക്കുന്നു, പിന്നെ DGPക്ക് പരാതി കൊടുക്കുന്നു. ഇതൊക്കെ EP പലതവണ നിർവഹിച്ച കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ അതിന് ഫോളോ അപ്പ് ഒന്നും പിന്നെ കണ്ടിട്ടില്ല, ഒരു കാര്യത്തിലും ഫോളോ അപ്പ് കണ്ടിട്ടില്ല. അതിന്റെ ഒരു തനിയാവർത്തനം എന്ന് മാത്രമേ ഇപ്പോൾ കണക്കാക്കാൻ എന്തായാലും പറ്റുകയുള്ളൂ. EP പറയുന്നുണ്ട് ഇത് എന്റെ ആത്മകഥ തന്നെയാണ്, പക്ഷെ ഇത് ഈ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയെന്ന്. അതെങ്ങനെയാണ് എന്ന് അറിയില്ല. ഇങ്ങനെ ഇത് കൂട്ടിച്ചേർക്കലുകൾ ആര് നടത്തി, എന്തിനു നടത്തി? അതിനു മുമ്പ് ഞാനൊരു കാര്യം കൂടെ പറയട്ടെ. യുവരാജ് പറഞ്ഞല്ലോ കേരള പോലീസിനെ അഭിനന്ദിച്ചുകൊണ്ട് പറഞ്ഞത്. അത്രയെങ്കിലും അഭിനന്ദിച്ചത് നല്ലതായിട്ട് ഞാൻ കരുതുന്നു. 24 മണിക്കൂർ കൊണ്ട് ആരെങ്കിലും ഫേക്ക് ID ആണെന്ന് കണ്ടുപിടിക്കാനൊക്കെ സാങ്കേതിക വിദ്യ ഇവിടെ ഉണ്ടെന്ന് ഫേസ്ബുക്കിനോട് എഴുതി ചോദിക്കണം. അവരുടെ റെസ്പോൺസ് വന്നാലേ അറിയാൻ പറ്റും ഇത് ഫേക്ക് ചെയ്യപ്പെട്ടോ ഇല്ലയോ എന്ന്. അല്ലാതെ 24 മണിക്കൂറിനകത്ത് കണ്ടുപിടിക്കാനുള്ള സാങ്കേതിക വിദ്യയൊന്നും ഇല്ല, ഒരു സ്ഥലത്തും ഇല്ല യുവരാജ് ഗോകുൽ. അത് ആദ്യം മനസ്സിലാക്കണം. അതിനൊരു പ്രോസസ്സാണ്. ആ പ്രോസസ്സിന് അത് ആ ഫേസ്ബുക്കുകാർ തന്നെ റിപ്ലൈ ചെയ്യണം. റിപ്ലൈ ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് നിജപ്പെടുത്താനായിട്ട് പറ്റത്തുള്ളൂ. അടിസ്ഥാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കള്ളത്തരമാണോ എന്നാണോ പറയുന്നത്? ഒരു ഫേസ്ബുക്ക് ID ഉപയോഗിച്ചിരിക്കുന്ന ലൊക്കേഷൻ ഏതാണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫേസ്ബുക്കിന്റെ അകത്ത് പോയി ചോദിക്കേണ്ടുന്ന കാര്യമൊന്നുമില്ല. അതായത് ഇപ്പൊ ഒരു പർട്ടിക്കുലർ ഇപ്പൊ അഡ്മിൻ പാനലിൽ എത്ര 4 പേരാണുള്ളത്. ഞാൻ ജയരാജ് സാറേ, ഇപ്പൊ 4 പേരാണ് അഡ്മിൻ പാനലിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ 4 പേരുടെ ലൊക്കേഷൻ ഏതാണ്, അവർ ഏത് IP അഡ്രസ്സിൽ നിന്നാണ് ലോഗിൻ ചെയ്തിരിക്കുന്നത്, അവരുടെ മൊബൈൽ എടുത്ത് വെച്ച് കൃത്യമായിട്ട് പരിശോധിച്ചാൽ മാത്രം മതി അത് ഹാക്ക് ചെയ്യപ്പെട്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ബാക്കി ഇത് ഹാക്ക് ചെയ്തിരിക്കുന്ന ആളുടെ ബാക്കി പോകേണ്ട കാരണം അതല്ല, നമ്മൾ ചർച്ച ചെയ്യുന്ന ആ വിഷയം അതല്ല. ഡോക്ടർ B ജയരാജ് ആ വിഷയത്തിലേക്ക് ഇനി വരണ്ട, ആ വിഷയത്തിലേക്ക് വരണ്ട. ഇവിടെ EP ജയരാജൻ പാർട്ടിക്ക് ഉണ്ടാക്കിയിരിക്കുന്ന പ്രതിസന്ധിയും പ്രശ്നങ്ങളുമാണ് ഇവിടെ ചർച്ചാ വിഷയമാകുന്നത്. അതിൽ ഈ ഹാക്കിംഗ് വിഷയത്തിലേക്ക് പോകേണ്ട. ഡോക്ടർ ഒരു സ്ഥലത്ത് ഉരുളുന്നുണ്ട്, പാർട്ടി വേറൊരു സ്ഥലത്ത് ഉരുളുന്നുണ്ട്, സാറും കൂടി ഇവിടെ ഉരുളരുത്. EP ജയരാജൻ ഇന്നത്തെ ദിവസം EP ജയരാജൻ പാർട്ടിക്ക് യാതൊരുവിധ പ്രതിസന്ധി ഉണ്ടാക്കിയിട്ടില്ല. വളരെ അസന്നിഗ്ധമായിട്ട് EP ജയരാജൻ തന്നെ പറഞ്ഞിട്ടുണ്ട്, എന്റെ പുസ്തകം ഇങ്ങനെ ആത്മകഥ അങ്ങനെ ഉണ്ടെങ്കിൽ അതിനകത്ത് കൂടിച്ചേർത്തലുകൾ വരുത്തിയിട്ടുണ്ട്. ആ കൂടിച്ചേർത്തൽ വൈകിട്ട് വരെ ആത്മകഥ അല്ലെന്നാ പറഞ്ഞുകൊണ്ടിരുന്നത്. വൈകിട്ട് വരെ DC ബുക്സ് പ്രസിദ്ധീകരിച്ചതല്ലെന്നാ വൈകിട്ട് വരെ പറഞ്ഞുകൊണ്ടിരുന്നത്. വൈകിട്ട് വരെ പറഞ്ഞത് എനിക്കറിയില്ല. ഞാൻ DC ബുക്സിന് കൊടുത്തിട്ടില്ല, ഞാൻ മാതൃഭൂമിക്ക് കൊടുക്കുന്ന എന്ത് ഉരുളലാ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കഷ്ടം തന്നെ. ഒന്നുകിൽ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ പറയാം, എന്റെ അടുത്ത് സംസാരിക്കാൻ പറയാം. ഇടയ്ക്കേറെ അദ്ദേഹം സംസാരിച്ചപ്പോ ഞാൻ സംസാരിച്ചില്ലല്ലോ. ഇടപെടുന്നത് എന്തിനാണ്? സാമാന്യ മര്യാദ കാണിക്കും. നിങ്ങൾ തൂക്കിക്കൊല്ലോ. പറയൂ ഡോക്ടർ B ജയരാജ്. താങ്കൾ സംസാരിച്ചപ്പോ ഞാൻ ഇടപെട്ടോ? താങ്കൾ കുറച്ചുകൂടെ ഒക്കെ മര്യാദ കാണിക്കണം. ആ മര്യാദ നിങ്ങളുടെ അത്ര മര്യാദ എനിക്കില്ല. പോരെ, ഇടപെടാൻ സമ്മതിക്കത്തില്ലെന്ന് എന്റെ ഊഴമാണ്. ഇടപെടാൻ സമ്മതിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഞാൻ അത്ര വിഷയത്തിലൊന്നും പോകുന്നില്ല.
താങ്കൾ മര്യാദ ഞാൻ കെട്ടാനാണെന്ന് സംസാരിക്കുന്നത് നിങ്ങൾ കേട്ടോ. പലതവണ നിങ്ങൾ prove കാര്യത്തിലേക്ക് വരൂ. ചെയ്തതാണ്. നിങ്ങൾ തമ്മിൽ ഇനി രണ്ടും അത്തരം കാര്യത്തിലേക്ക് പരിപാടികൾ വരൂ. ഡോക്ടർ ബി. ജയരാജൻ കാര്യത്തിലേക്ക് വരൂ. വിഷയം പറഞ്ഞോളൂ താങ്കളുടെ വാദം അയാളെ പറഞ്ഞോളൂ. സംസാരിക്കാൻ അനുവദിക്കുന്നില്ലെന്നേ. ഇല്ല, പറഞ്ഞോളൂ, താങ്കളുടെ അയാൾ വാദം ഒരു പറഞ്ഞോളൂ, രാഷ്ട്രീയ കുഴപ്പമില്ല, പറഞ്ഞോളൂ. നിരീക്ഷകനായിട്ട് വന്നിട്ട് അയാൾക്ക് ഒരേ ഒരു ഉദ്ദേശമേ ഉള്ളൂ. അയാളുടെ ഉദ്ദേശം പിണറായി വിജയനെ ചീത്ത വിളിക്കുക, ഇടതുപക്ഷത്തിനെ ചീത്ത വിളിക്കുക, ഇടതുപക്ഷ നേതാക്കന്മാരെ തേജോവധം ചെയ്യുക. ഇതല്ലാതെ നിങ്ങൾ വേറെ ഈ എന്തെങ്കിലും വിഷയത്തിലേക്ക് വാ. രാഷ്ട്രീയ സത്യസന്ധത നിങ്ങൾ ഈ ഈ വിഷയത്തിലേക്ക് പറയുന്ന വാ. വ്യക്തിക്കുണ്ടോ? നിങ്ങൾ ഈ ഇല്ലല്ലോ. വിഷയത്തിലേക്ക് വാ. ഇ.പി. ജയരാജൻ തന്നെ പറഞ്ഞു. അത് താങ്കൾ പറയേണ്ടുന്ന കാര്യമില്ല എന്നോട്. ഇ.പി. ജയരാജൻ ഈ രാവിലെ വിഷയത്തിലോട്ട് പറഞ്ഞത്. വരണമെങ്കിൽ താങ്കൾ എനിക്ക് പറയേണ്ടത് താങ്കളുടെ ഇ.പി. ആവശ്യമില്ല. ജയരാജൻ രാവിലെ താങ്കൾ പറഞ്ഞത്. advocate അല്ല, എനിക്ക് ഇ.പി. എന്ത് ആവശ്യമില്ലെന്നേ. പറയുന്നതാണ്? ഡോക്ടർ ബി. ജയരാജൻ താങ്കൾ താങ്കൾ പറയൂ. advocate ഇ.പി. എനിക്ക് എന്ത് പറയുന്നതാണ്? ആവശ്യമില്ലെന്നേ. ഞാൻ ഈ വിഷയത്തിൽ രാവിലെ എന്താ പറഞ്ഞത്, വൈകിട്ട് എന്താ പറഞ്ഞതെന്നാണ് പൊതുസമൂഹത്തിന് വ്യക്തമാണ്. എന്താണ് വ്യക്തമാണ് അദ്ദേഹം പറഞ്ഞത്? അതിനകത്ത് അഡീഷൻസ് ഉണ്ടായിട്ടുണ്ട്, അതിനകത്ത് സബ്ട്രാക്ഷൻസ് ഉണ്ടായിട്ടുണ്ട്, അതിനകത്ത് കൂടിച്ചേരലുകൾ വന്നിട്ടുണ്ട്. ആ കൂടിച്ചേരലുകൾ ആര് വരുത്തി? ഇതൊക്കെയാണ് പരിശോധിക്കപ്പെടേണ്ടത്. അതിന്റെ പേരിലാണ് കേസ് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ടാണ് പാർട്ടി ഇന്ന് അസന്നിഗ്ധമായി പറഞ്ഞത് ഈ ഒരു വിഷയത്തിനകത്ത് ഇ.പി. ജയരാജൻ പറഞ്ഞതാണ് പൂർണ്ണമായും ശരി. ഇ.പി. ജയരാജൻ അറിയാതെയാണ് ഇങ്ങനെ ഒരു സാധനം ഇ.പി. ജയരാജന്റെ കയ്യിലേക്ക് തിരികെ വെച്ച് കൊടുത്തിരിക്കുകയാണ്. ഇ.കെ. ജയരാജന്റെ പുസ്തകത്തിൽ ഇ.പി. ജയരാജനെ വീണ്ടും ഒരു ബലിയാടാക്കാൻ വേണ്ടിയിട്ടുള്ള ആസൂത്രിതമായ നീക്കമാണ്. ഇത് ഗൂഢാലോചനയാണ്. ഇത് UDF ഗൂഢാലോചനയാണ്. അതിനോടൊപ്പം ഇപ്പൊ BJP-ക്കാരും ചേരുന്നു എന്നെനിക്ക് സംശയമുണ്ട്. ശരി. ശ്രീജിത്ത് പണിക്കർ, ഇ.പി. ഉന്നയിക്കുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഇതിന്റെ ടൈറ്റിലിനെ സംശയം വേണ്ട. ഇതിന്റെ ടൈറ്റിലിനെ പറ്റിയാണ്. ഈ കട്ടൻ ചായയുടെയും പരിപ്പുവടയുടെയും പേര് പറഞ്ഞ് 2007 മുതൽ ഇ.പിയെ പരാമർശിക്കുമ്പോൾ ആദ്യം എടുത്തു വെക്കുന്ന വാക്ക് ഇതാണ്. കാരണം അദ്ദേഹം 2007 പറഞ്ഞ ആ പ്രസിദ്ധമായ ഡയലോഗ്, കട്ടൻ ചായ കുടിച്ചും പരിപ്പുവട തിന്നും താടി നീട്ടി വളർത്തിയും ഒക്കെ പ്രവർത്തിച്ചാൽ പാർട്ടി വളരില്ല എന്നുള്ള കാര്യം അവിടെ തുടങ്ങി 2013 അദ്ദേഹം അത് ആവർത്തിക്കുന്നു. പിന്നെയും മറ്റൊരവസ്ഥയിൽ കൂടി അദ്ദേഹം അത് പറയുകയുണ്ടായി. അപ്പോൾ അതുകൊണ്ട് തന്നെ കട്ടൻ ചായയും പരിപ്പുവടയും പറയുമ്പോൾ ഇ.പിയുമായിട്ട് ചേർത്ത് വെച്ചുകൊണ്ട് അത് പറയാറുണ്ട്. അപ്പോൾ പക്ഷേ അദ്ദേഹം പറയുന്നത് ഇതെന്നെ കളിയാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള ടൈറ്റിലാണ്. ഇങ്ങനെ ഒരു ടൈറ്റിൽ ഞാൻ ആലോചിച്ചിട്ടേ ഇല്ല, ഞാൻ അങ്ങനെ ഒരു അപ്രൂവൽ കൊടുത്തിട്ടുമില്ല എന്നാണ് ഇപ്പോഴും അദ്ദേഹം അത് പറയുന്നുണ്ട്. അല്ല നോക്കൂ, ഇത് അദ്ദേഹം ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു അഭിപ്രായം നാളെ പറയുമോ ഇല്ലയോ എന്നുള്ളത് കാത്തിരുന്നതിന് ശേഷം നമ്മുടെ പ്രതികരണം ആ സമയത്ത് പറയുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇന്ന് രാവിലെ പറഞ്ഞിരുന്ന പ്രസ്താവനകൾ എന്തായിരുന്നു? ഈ ആത്മകഥ അദ്ദേഹത്തിൻ്റെതല്ല. അതുകൊണ്ടാണ് നേരത്തെ ഇപ്പോൾ ഇവിടെ ഈ ചർച്ചയിൽ തന്നെ പറഞ്ഞതുപോലെയുള്ള പല ട്രോളുകളും ഉണ്ടാകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് തന്നെ അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളെയും നിഷേധിച്ചത് കൊണ്ടാണ്. അതുകൊണ്ട് തന്നെയാണ് വലിയ സമ്മർദ്ദത്തിലായതുകൊണ്ട് DC തൽക്കാലത്തേക്ക് ചില സാങ്കേതിക കാരണങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട് അതിന്റെ പ്രസാധനം വൈകിപ്പിക്കും എന്ന് പറഞ്ഞതും. ഞാൻ പറഞ്ഞത് ശ്രീ ജയരാജ് ഇപ്പോൾ ഈ ചർച്ചയിൽ പറയുന്നത് ഇത് ഒരു വിവാദവുമല്ല, ഇതിങ്ങനെ പുറത്തു വന്നു എന്നതുകൊണ്ട് LDFന് ഒരു ദോഷവുമില്ല എന്നാണ് പറയുന്നത്. ഇതിന്റെ ഒരു ഭാഗത്ത് പറയുന്നത് ഇങ്ങനെയാണ്: സംസ്ഥാനത്ത് 3 ഉപതെരഞ്ഞെടുപ്പുകൾ നടക്കുന്നതിന്റെ അന്തിമ ഘട്ടത്തിൽ എത്തി നിൽക്കുമ്പോഴാണ് ഇത് കുറിക്കുന്നത്. വോട്ടെടുപ്പിന് മുമ്പ് ഇത് പ്രസിദ്ധീകരിക്കുകയാണെങ്കിൽ അതും വിവാദമായേക്കാം. ഏതായാലും അത് കഴിഞ്ഞാകും എന്നുള്ളത് കൊണ്ട് തുറന്നു പറയാമല്ലോ എന്നാണ്. അപ്പൊ ഇത് എപ്പോഴാണ് പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്? അൺഫോർച്ചുനേറ്റ്ലി കുറെ കാര്യങ്ങളൊക്കെ ലീക്ക് ചെയ്ത് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം തന്നെ വന്നിരിക്കുന്നുണ്ട്. അത് വരുമ്പോൾ അത് വിവാദമാകുമെന്ന് ഇ.പിക്ക് ഉറപ്പുണ്ട്. അപ്പൊ ഇ.പിക്ക് ഉറപ്പുള്ള ഒരു കാര്യത്തിൽ നമ്മൾ പിന്നീട് അങ്ങനെയല്ല, അത് വിവാദമാവില്ല, അത് വിവാദമായിട്ടില്ല, അത് LDFന് ഗുണമല്ല എന്നൊന്നും പറയുന്നതിൽ കാര്യമില്ല. പക്ഷേ ഇ.പി ഉദ്ദേശിക്കുന്നത് ഈ ഭാഗങ്ങൾ താൻ എഴുതാത്തതാണ്, ഇതാണ് അഡീഷൻ എന്ന് അദ്ദേഹം പറഞ്ഞാലോ? ഈ കാര്യങ്ങളാണ് ഇതിൽ അഡീഷൻ ആയിട്ട് വന്നിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് പറയും തിരിച്ച്? അല്ല, അതിലൊരു വലിയ പ്രശ്നമുണ്ട്. കാരണം ഇപ്പോൾ CPM-ന്റെ പല പ്രധാനപ്പെട്ട നേതാക്കളുടെയും പ്രസ്താവനകളെയൊക്കെ എടുത്തുകൊണ്ട് അതിലേക്ക് കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ തിരുകുന്ന ഒരു സംവിധാനം, ഒരു സംഘം, ഗൂഢസംഘം ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് അങ്ങനെയാണെങ്കിൽ അനുമാനിക്കേണ്ടി വരും. മുഖ്യമന്ത്രിക്ക് പോലും അതിൽ നിന്ന് രക്ഷയില്ല. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഇ.പി. ജയരാജൻ രക്ഷപ്പെടുക? മുഖ്യമന്ത്രി എന്ന് ഹിന്ദുവിന്റെ വിഷയത്തിൽ എന്താ പറഞ്ഞത്? അദ്ദേഹം പറഞ്ഞിരിക്കുന്നതിനേക്കാൾ കൂടുതലായിട്ടുള്ള ചില കാര്യങ്ങൾ ഈ PR ഏജൻസി ഉണ്ടെന്ന് അദ്ദേഹം പറയുന്നില്ല, പക്ഷേ മറ്റാരോ അതിലേക്ക് കൂട്ടിച്ചേർത്തു എന്നാണ്. അപ്പൊ നമ്മൾ എന്താ അനുമാനിക്കേണ്ടത്? ഇ.പി പറയുന്നത് തെറ്റാണെന്ന് തെളിയിക്കാൻ നമ്മുടെ കയ്യിൽ പ്രൂഫ് വേണമെങ്കിൽ ഒന്നെങ്കിൽ ആ കൈപ്പട വേണം, അദ്ദേഹം എഴുതി കൊടുത്ത കാര്യങ്ങൾ വേണം, അതല്ലെങ്കിൽ DC അക്കാര്യങ്ങൾ പുറത്തു വിടണം. DC തന്നെയാണ് പുറത്തു വിടേണ്ടത്. കാരണം DC ആണ് ഇത് പ്രിന്റ് ചെയ്ത് ഈ ഡ്രാഫ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. അത് പ്രസ്സിലേക്ക് പോകുന്നതിന് തൊട്ട് മുൻപുള്ള കോപ്പിയാണ്, PDF കോപ്പിയാണ് എല്ലാവർക്കും കിട്ടിയത്. അപ്പോൾ ഇത് DC ആണ് ഇക്കാര്യത്തിൽ ഇങ്ങനെ തന്നെയാണോ എഴുതി തന്നത്, അതോ ഈ പ്രസാധകശാലയിൽ എത്തിയതിനു ശേഷം അതിൽ കൂട്ടിച്ചേർക്കലുകൾ നടത്തിയതാണോ? ഇതൊക്കെ അവിടെ നിന്ന് ഇങ്ങോട്ട് പറഞ്ഞില്ല എങ്കിൽ ജയരാജനെ നമുക്ക് പ്രതിക്കൂട്ടിൽ നിർത്താൻ പറ്റുമോ? ജയരാജൻ പറയുകയാണ് ഞാൻ എന്തായാലും ഇത് എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കുമല്ലോ അടുത്ത ദിവസം അദ്ദേഹം വരുന്നത്. ഈ ഭാഗം, അതുപോലെ തന്നെ ഈ കോംറേഡ്ഷിപ്പിന്റെ തിരിച്ചുവരവ്, ആ ഭാഗത്തിൽ പറഞ്ഞ കാര്യങ്ങൾ, ചെങ്കൊടിത്തണലിൽ, ഈ ഭാഗങ്ങളൊക്കെയാണല്ലോ അദ്ദേഹം പറയാൻ പോകുന്നത് ഇതൊന്നും ഞാൻ എഴുതിയതല്ല എന്ന്. അല്ല, പക്ഷെ നോക്കൂ, ഈ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാം
EP പോലെ ഒരാളിന് മാത്രമേ പറയാൻ കഴിയുകയുള്ളൂ എന്നുമുണ്ട്. ഇപ്പോൾ സാധാരണ പാർട്ടിയുടെ ഏതെങ്കിലും ഒരു പ്രവർത്തകൻ ഈ രീതിയിലത്തേക്ക് എഴുതുമോ, തുറന്നെഴുതുമോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് കുറേയധികം പരിമിതികളുണ്ട്. ഒരുപക്ഷെ CPM-ന്റെ കേരളത്തിലെ വളരെ മുതിർന്ന കുറേ ആൾക്കാർക്ക് മാത്രമേ ഈ രീതിയിലത്തേക്കുള്ള ഒരു സെൽഫ് കറക്ഷന് വേണ്ടിയിട്ടോ ഒരു റെട്രോസ്പെക്ഷന് വേണ്ടിയിട്ടോ നിലവിൽ സാധിക്കുക പോലുമുള്ളൂ. അക്കൂട്ടത്തിലുള്ള ഒരാളാണ് EP. കാരണം ഇതിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും EP-യുടെ വ്യക്തിജീവിതവുമായി ബന്ധപ്പെട്ട, അദ്ദേഹത്തിന്റെ പരസ്യമായി പ്രകടിപ്പിച്ചിരിക്കുന്ന പല നിലപാടുകളുമായി ബന്ധപ്പെട്ട, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ചിന്താധാര ഏത് രീതിയിലാണ് അതിന് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ തന്നെയാണ്. അപ്പൊ ഇവിടെ ഈ പറയുന്ന ഭാഗത്തും എനിക്ക് തോന്നുന്നില്ല അതിനെ നമ്മൾ ഇന്ന് ഒരുപക്ഷെ മാധ്യമങ്ങളൊക്കെ പ്രൊജക്ട് ചെയ്തിരിക്കുന്ന രീതിയിലത്തേക്കാണ് അദ്ദേഹം എഴുതുന്നതെന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം ഇപ്പോഴും അടിയുറച്ച ഒരു CPM-കാരനാണ് താൻ. പ്രസ്ഥാനത്തിനോട് മരണം വരെ അങ്ങനെ തന്നെ പോകും. തൻ്റെ അവസാന ശ്വാസം വരെ താൻ പാർട്ടിയിലെ അംഗം തന്നെയായിരിക്കും. അതിനോട് എല്ലാവിധ കൂറും തനിക്കുണ്ട്. പക്ഷേ ഇതിൽ ചില കാലോചിതമായിട്ടുള്ള പരിഷ്കാരങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ആ പരിഷ്കാരങ്ങൾ എവിടെയൊക്കെയാണ് വേണ്ടത് എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു നിർദ്ദേശമാണ്. ആ നിർദ്ദേശം പറയുന്നതിനുള്ള എല്ലാവിധ സ്വാതന്ത്ര്യവും അദ്ദേഹത്തിന്. അതിൽ സംശയമില്ലാത്ത കാര്യമാണ്. പാർട്ടി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യവുമാണത്. ചിലതൊക്കെ പ്രസ്താവനയുടെ രൂപത്തിൽ തന്നെ പാർട്ടി റിലീസിലൂടെ തന്നെ വന്നിട്ടുള്ളതാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം PB-യിൽ നിന്ന് തന്നെ അങ്ങനെ ഒരു റിലീസ് വന്നിട്ടുള്ളതുമാണ്. ഞാൻ ഒരു സെക്കൻഡ് ഞാൻ ഇടപെടുകയാണ്. ശ്രീ N. ശ്രീകുമാർ, ഇപ്പോൾ പാർട്ടിയുമായിട്ടൊന്ന് ഒത്തുപോകുന്ന ഒരവസ്ഥയിൽ കൂടിയായിരുന്നുവല്ലോ EP ജയരാജൻ. ഇന്ന് ഉദുമ ഏരിയ സമ്മേളനത്തിൽ EP ആയിരുന്നു ഉദ്ഘാടകൻ. അത് അദ്ദേഹം നിർവഹിക്കുകയും ചെയ്തു ഈ വിവാദം വന്നതിന് ശേഷവും. അപ്പോൾ ഈ സമയത്ത് ഈ പാർട്ടിയുമായിട്ടുള്ള ഒരസലൊക്കെ തീർന്ന് ഈ സമ്മേളന സമയത്ത് ഒത്തുപോകുന്നു എന്ന ഒരു പ്രതീതി ഉണ്ടാകുന്ന സമയത്ത് കൂടിയാണ് ഇങ്ങനെ വന്നത്. മാത്രമല്ല EP അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തു. അതാണ് അതിനകത്തൊരു സംശയം വരുന്നത്. ഇത് ഞാനല്ല ഈ ഭാഗങ്ങൾ എഴുതിയത് എന്ന്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം അതാണ് പറഞ്ഞത്, ഈ ഭാഗങ്ങൾ എഴുതിയത് ഞാനല്ല എന്ന്. നോക്കൂ മഞ്ജുഷേ, പാർട്ടിയിൽ 75 വയസ്സ് കഴിഞ്ഞവരെ പിന്നെ അവര് പരിഗണിക്കില്ലെന്ന് പാർട്ടി തന്നെ തീരുമാനിച്ച അവസ്ഥയില് ഏതാണ്ട് ഒരു കമ്മ്യൂണിസ്റ്റ് രാഷ്ട്രീയമൊക്കെ അവസാനിപ്പിക്കാൻ പോകുന്ന ഘട്ടത്തിലാണ് EP ജയരാജൻ ഇങ്ങനെ പറയുന്നത് നമ്മൾ ആലോചിക്കണം. EP ജയരാജൻ ഇന്ന് വൈകിട്ട് പറഞ്ഞത് ഈ പുറത്തു വന്ന പേജുകളൊന്നും ഞാൻ വായിച്ചിട്ടില്ലെന്നാണ്. അപ്പൊ തന്നെ അതിന്റെ രസം നോക്കൂ, അദ്ദേഹം എല്ലാവരെയും ഇങ്ങനെ കളിപ്പിക്കുകയാണ്. അതായത് പാർട്ടിയും കളിപ്പിക്കുന്നു, ഈ ചർച്ച ചെയ്യുന്ന നമ്മളെയും കളിപ്പിക്കുകയാണ്. ഇന്നിപ്പോ ന്യൂസ് 18-ന്റെ ചർച്ച കണ്ട ശേഷം അദ്ദേഹം എന്താ പറഞ്ഞത്? ആത്മകഥ എഴുതിയ ഞാൻ തന്നെയാണ്, അത് പുറത്തു വരും. അപ്പൊ നമ്മൾ എന്താ കരുതേണ്ടത്? ഇന്ന് മാധ്യമങ്ങൾ പുറത്തുവിട്ട പാർട്ടി വിരുദ്ധമെന്ന് കരുതുന്ന എല്ലാം എഡിറ്റ് ചെയ്തിട്ട് നല്ലൊരു ആത്മകഥയായിട്ട് പുറത്തു വരും. പക്ഷെ EP-യുടെ കാര്യം സാധിച്ചു പോയി. EP-യുടെ കാര്യം സാധിക്കാൻ കഴിഞ്ഞു. ഇപ്പൊ കഴിഞ്ഞ 2 ആഴ്ച മുമ്പ് K. മുരളീധരൻ പാലക്കാട്ട് UDF സ്ഥാനാർത്ഥി വേണ്ടി പ്രചരണത്തിന് പോകുന്നില്ല എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച CPM നോക്കൂ, നാളെ EP ജയരാജനെ കൊണ്ടുവരികയാണ് സരിന് വേണ്ടിയിട്ട്. അപ്പൊ പാർട്ടി ഒരു പ്രതിസന്ധിയിലായെന്നുള്ള ഉറപ്പാണ്. ഇന്ന് ഗോവിന്ദ മാഷ് എന്താ പറഞ്ഞേ? മാധ്യമ ഗൂഢാലോചനയാണെന്ന്. ഇതിലെന്ത് മാധ്യമ ഗൂഢാലോചനയാ മഞ്ജുഷേ? ഒരു പുസ്തകം പ്രസിദ്ധീകരിക്കാൻ പോകുന്നു, അതിലത്തെ കാര്യങ്ങൾ പുറത്തു വന്നപ്പോൾ ചാനലുകൾ പ്രസിദ്ധീകരിച്ചു. അത് ഗൂഢാലോചനയാണ്. ഇനിയിപ്പോ ആരാ ഗൂഢാലോചന നടത്തുന്നത്? മാധ്യമങ്ങളുടെ ഗൂഢാലോചന നമുക്ക് മാറ്റി നിർത്താം. പിന്നെന്താ പറയുന്നത്? CPM-നെതിരായ ഗൂഢാലോചന അത് നടത്തുന്ന ആരാ? EP ജയരാജനാണോ? ഇനി DC ബുക്സിന് ഇങ്ങനെ ഒരു കഷ്ണം ഇന്ന് പുറത്തിറക്കിയിട്ട് വേണോ അവർക്ക് ഈ പുസ്തകത്തിന്റെ ചെലവ് കൂട്ടാനായിട്ട്? DC ബുക്സിനെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ ഉപതെരഞ്ഞെടുപ്പ് ദിവസം കാത്തിരിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നെ അദ്ദേഹം DGP-ക്കല്ലേ പരാതി കൊടുത്ത, കുഴപ്പമില്ല. വക്കീൽ നോട്ടീസ് വെച്ചിട്ടോ, കുഴപ്പമില്ല. നാളെ ഇതൊക്കെ മാറി വരും. നാളെ വേറെ രീതിയിൽ ആത്മകഥ പുറത്തു വരും. പക്ഷെ EP ജയരാജൻ എന്താണോ ഉദ്ദേശിച്ചത്, 75 വയസ്സ് കഴിഞ്ഞ പാർട്ടിക്കാരെ എല്ലാം പിടിച്ച് മാറ്റി നിർത്തും എന്നുള്ള കണ്ടീഷൻ, എന്നുള്ള പാർട്ടി തീരുമാനം നിലനിൽക്കെ എനിക്കിതൊക്കെ പറയാനുണ്ട്, അത് കൃത്യമായ സമയത്ത് ഞാൻ പറഞ്ഞിരിക്കുന്നു എന്ന് അദ്ദേഹത്തെ തോന്നിപ്പിച്ചതിൽ അദ്ദേഹത്തെ കുറ്റം പറയാൻ പറ്റില്ല. അദ്ദേഹം വളരെ സരസനാണ് EP ജയരാജൻ. ശരിയാണ്. അദ്ദേഹം കൂടുതൽ വിശദീകരണവുമായി നാളെ രംഗത്ത് വരുമെന്ന് പ്രതീക്ഷിക്കാം. ശ്രീ ബലദേവ് സച്ചിദാനന്ദൻ, ഇതിൽ പാർട്ടി പ്രതിരോധത്തിലല്ല എന്ന് പറയുമ്പോഴും EP-യുടെ അടുത്ത നീക്കം ഇക്കാര്യത്തിൽ എന്താണ് എന്നുള്ളതും വളരെ ശ്രദ്ധേയമായി മാറുമല്ലോ. അദ്ദേഹം ഓരോ തവണയും കാര്യങ്ങൾ മാറ്റി പറഞ്ഞ് ഒടുവിൽ ആത്മകഥയാണ് എന്നുവരെ സമ്മതിച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഭാഗത്തിൽ മാത്രമാണ് അദ്ദേഹത്തിനൊരു സംശയമുള്ളത്, ഇതാരോ മനഃപൂർവ്വം തിരികെ കയറ്റിയതാണ് എന്ന്. ഇതിനകത്ത് യാഥാർത്ഥ്യം അറിയാവുന്ന 2 പേരാണ്. ഒന്ന് EP ജയരാജനും മറ്റൊന്ന് DC ബുക്സ്. ഞങ്ങൾ കോടതിയിലൊക്കെ മീഡിയേഷനിക്കും പറയാറുണ്ട്, വാദിക്കും പ്രതിക്കും യാഥാർത്ഥ്യം അറിയാൻ നമുക്കല്ലായിരുന്നു. അവർ 2 പേരും കൂടി ഇതിന്റെ സത്യാവസ്ഥ പുറത്തു കൊണ്ടുവരട്ടെ, നമുക്ക് അതിന്റെ നിജസ്ഥിതി മനസ്സിലായി. എന്തായാലും എനിക്ക് തോന്നുന്നു 2-3 ദിവസമായി ഇതിന്റെ സത്യാവസ്ഥ പുറത്തു വരും. EP ഇങ്ങനെ എഴുതിയിട്ടുണ്ടോ അതോ എഴുതാതെ DC ബുക്സ് എഴുതി ചേർത്ത് പ്രസിദ്ധീകരിച്ചാണ് അവിടെ നിൽക്കട്ടെ. എന്തായാലും ഒരു കാര്യം യാഥാർത്ഥ്യമാണ്, ഈ സംഭവം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ച് വലിയ പ്രതിരോധത്തിലൊന്നും ആകത്തൊന്നുമില്ല. കാര്യം വലിയ വിപ്ലവങ്ങളിലൂടെ കടന്നു വന്നൊരു പ്രസ്ഥാനമായിരുന്നു. അപ്പൊ അതിനെ സംബന്ധിച്ച് ഇങ്ങനെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ പിന്നെ മാധ്യമങ്ങൾക്ക് ഇത് ഊതി വീർപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടി വലിയ പ്രതിരോധത്തിലാണ്. ഗോവിന്ദ മാഷ് വളരെ വ്യക്തമായിട്ട് മറുപടി പറഞ്ഞിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. അതുകൊണ്ട് ഇതിനകത്ത് പാർട്ടിയെ സംബന്ധിച്ചോ ഇടതുപക്ഷ പ്രസ്ഥാനത്തെ സംബന്ധിച്ചോ
പ്രത്യേകിച്ചൊരു പ്രതിരോധ കോട്ടം നിർമ്മിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇത് 1-2 ദിവസം നമ്മളൊക്കെ ഒന്ന് ചർച്ച ചെയ്ത് എല്ലാം പോകുന്നത് പോലെ 2 ദിവസം അതൊരു ആവിയായിട്ട് അങ്ങ് പോകുന്ന കാര്യമേ ഉള്ളൂ. ഇതിനകത്തൊന്നും പാർട്ടിക്കൊന്നും യാതൊരു ക്ഷീണവും വരാൻ പോകുന്നില്ല. ഈ കാര്യങ്ങൾ ഇതുപോലെ തന്നെ മുന്നോട്ട് വയ്ക്കുന്നു. ശരി, ഞാൻ ചർച്ച അവസാനിപ്പിക്കുകയാണ്. എന്തോ ഇന്ന് വന്നു കഴിഞ്ഞു, ഇനിയിപ്പോ ക്ഷീണിക്കാനുള്ളത്. അതെ, ഉണ്ടാക്കാവുന്ന ഡാമേജ് ഇതുവഴി ഉണ്ടായി കഴിഞ്ഞു. അല്ല, ഈ ചർച്ച കണ്ടുകൊണ്ടിരിക്കുന്ന EP ജയരാജനോട് ഒരു ചോദ്യം. അദ്ദേഹം പറയുകയുണ്ടായി ചില ഭാഗങ്ങൾ ഇതിൽ തിരികെ കയറ്റുകയാണ് ചെയ്തതെന്ന്. അപ്പോൾ ആ ഭാഗങ്ങൾ ഏതൊക്കെയാണ് എന്നുകൂടി അദ്ദേഹം വിശദീകരിക്കേണ്ടി വരും. ഏതെല്ലാം ഭാഗങ്ങൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട് അല്ലേ? ഈ 178 പേജിൽ അദ്ദേഹം പറയുന്നത് 178 പേജൊന്നും അല്ല ഞാൻ എഴുതിയിരിക്കുന്നത്, 200-ലധികം പേജുകൾ വരുമെന്നാണ്. ഒരു ഒറ്റ വാദം. അതായത് EP ജയരാജന് പറയാനുള്ള കാര്യങ്ങൾ EP ജയരാജൻ ഇലക്ഷന്റെ ദിവസം പറഞ്ഞു കഴിഞ്ഞു. നാളെ ഈ ആത്മകഥ പ്രസിദ്ധീകരിക്കുമ്പോൾ ഈ വിവാദമായിട്ടുള്ള ഭാഗങ്ങളൊന്നും ഉണ്ടാവില്ല. അതാണ് EP ജയരാജൻ ഇന്ന് വൈകിട്ട് പറഞ്ഞതിന്റെ പച്ച മലയാളം. അത് മാത്രമല്ല, ഈ പ്രസാദനത്തിന് മുൻപ്, ഈ പ്രകാശനത്തിന് മുമ്പ് പാർട്ടിയെ അറിയിക്കണം എന്നുള്ളത് കൂടി ഉണ്ടല്ലോ അല്ലെ? പാർട്ടിയുടെ പരിശോധന ഉണ്ടാവുമല്ലോ, അതൊരു അങ്ങനെയുള്ളതല്ല. മഞ്ജുഷ, ഇനി സംഭവിക്കാൻ പോകുന്ന ഇത്രയേ ഉള്ളൂ. ഈ വിവാദ ഭാഗങ്ങളെല്ലാം മാറ്റപ്പെടും. അതിന്റെ പ്രാരംഭ നടപടി എന്നുള്ള നിലയിലാണ് ഇത് കൂട്ടിച്ചേർത്തതാണെന്ന് അയാൾ പറഞ്ഞു വെച്ചിരിക്കുന്നത്. പക്ഷെ അയാൾക്ക് പറയാനുള്ള കാര്യങ്ങളുണ്ടായിരുന്നു ഇലക്ഷൻ്റെ അന്ന്. അത് അയാൾ ഇന്ന് പറഞ്ഞു. അത് പാർട്ടിയെ ബാധിച്ചോ ഇല്ലയോ? പിന്നെ പാർട്ടി വലിയ വിപ്ലവങ്ങളൊക്കെ നടത്തിയ പാർട്ടി ആയതുകൊണ്ട് ഈ പാർട്ടി ഒന്നും ബാധിക്കില്ല എന്നൊക്കെ ചിലർ പറയും. പക്ഷെ ബാധിക്കാൻ പോകുന്നത് എങ്ങനെയാണെന്നുള്ളത് 23-ാം തീയതി കഴിയുമ്പോൾ മനസ്സിലാക്കാം. ചൂടുള്ള കട്ടനായിട്ടല്ല, തണുത്ത കട്ടനായിട്ട് ഇത് വരും ഇല്ലേ? തണുത്ത പരിപ്പുവടയുമായിട്ടും വരും എന്ന് തന്നെ നമുക്ക് കരുതാം. ലൈറ്റായ ഒരു ആത്മകഥയായിരിക്കും ഇനി പുറത്തു വരാൻ. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: ആത്മകഥാ വിവാദം EP-യെ വിശ്വസിക്കണമെന്ന് 37% പ്രേക്ഷകർ, വിശ്വസിക്കേണ്ടെന്ന് 59%. രണ്ടുപേരും അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം. സംസ്ഥാനത്ത് CPM രാഷ്ട്രീയത്തിൽ തെരഞ്ഞെടുപ്പ് ദിനത്തിൽ നേതാക്കളുടെ വിവാദ നീക്കങ്ങൾ ഉണ്ടാവുന്നത് ആദ്യത്തെ സംഭവമല്ല. EP ജയരാജനെ സംബന്ധിച്ചത് രണ്ടാമത്തെ സംഭവം. ഒപ്പം നേരത്തെ VS അച്യുതാനന്ദൻ്റെ അടക്കമുള്ള അനുഭവങ്ങൾ നമുക്കറിയാം. ഇപ്പോൾ EP ജയരാജന്റെ ഇന്ന് പുറത്തിറങ്ങാൻ പോകുന്ന ആത്മകഥയിലെ പരാമർശങ്ങളാണ് പാർട്ടിയെ വിട്ടിലാക്കാൻ പോകുന്നത്. ആത്മകഥ കട്ടൻ ചായയും പരിപ്പുവടയും ഒരു കമ്മ്യൂണിസ്റ്റിന്റെ ജീവിതം, ഇതാണ് തലക്കെട്ടുള്ള DC ബുക്സ് പുറത്തിറക്കുന്ന ആത്മകഥ. ഈ ആത്മകഥയിലെ ചില പരാമർശങ്ങളാണ്. നമുക്കറിയാം, EP ജയരാജൻ CPM നേതൃത്വവുമായി ഇടഞ്ഞ് അദ്ദേഹം CPM-ന്റെ പരിപാടികളിൽ നിന്ന് വിട്ടുനിൽക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ മുന്നോട്ട് പോകുന്നത്. അദ്ദേഹം വ്യക്തമാക്കുന്നു, ഇടതുമുന്നണി കൺവീനർ സ്ഥാനത്ത് നിന്ന് താൻ പോവാൻ ഇടയായ കാര്യങ്ങളടക്കമുള്ള വിവാദ വിഷയങ്ങളിലാണ് നിലപാട് വ്യക്തമാക്കുന്നത്. പാർട്ടി തന്നെ കേൾക്കാൻ തയ്യാറായില്ല, പാർട്ടി തൻ്റെ വാദങ്ങൾ കേൾക്കാതെ നടപടിയെടുത്തു. ഒപ്പം രണ്ടാം പിണറായി സർക്കാർ ദുർബലമാണ്, ആദ്യ സർക്കാരിനൊപ്പം എത്താൻ കഴിയുന്നില്ല. സാന്റിയാഗോ മാർട്ടിൻ, VM രാധാകൃഷ്ണൻ തുടങ്ങി EP ജയരാജൻ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ കേട്ട വലിയ വിമർശനങ്ങൾക്കെല്ലാം പിന്നിൽ അതിന് പാർട്ടിയുടെ തീരുമാനമാണ്. പാർട്ടി അറിഞ്ഞുകൊണ്ടാണ്. സാന്റിയാഗോ മാർട്ടിൻ നമുക്കറിയാം, സാന്റിയാഗോ മാർട്ടിൻ ദേശാഭിമാനി ബോണ്ട് വിവാദ കേസിൽ ബോണ്ട് വാങ്ങിയതടക്കമുള്ള കാര്യങ്ങൾ പാർട്ടി അറിഞ്ഞുകൊണ്ടാണ്. പക്ഷേ പഴി കേൾക്കേണ്ടി വന്നത് താൻ. ഒപ്പം തന്നെ VM രാധാകൃഷ്ണൻ വിവാദത്തിലും പാർട്ടി അറിഞ്ഞുകൊണ്ടാണ് തീരുമാനങ്ങൾ ഉണ്ടായത്. പക്ഷേ തനിക്ക് വേറെ മാത്രം വിവാദങ്ങൾ ഉയർന്നു. വൈദേഹം റിസോർട്ട് ഏറ്റവും പ്രധാനപ്പെട്ട വിവാദമാണ്. അത് നേതാക്കൾക്ക് താമസിക്കുന്നതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്, തൻ്റെ വ്യവസായ താല്പര്യമല്ല എന്ന വാദമാണ് അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും പ്രധാനമായി വരുന്നത് പാലക്കാട്ടെ P സരിൻ്റെ സ്ഥാനാർത്ഥിത്വമാണ്. ആ സ്ഥാനാർത്ഥിത്വത്തെയും തള്ളി EP നിലപാടെടുക്കുന്നു എന്ന സാഹചര്യമാണ്. അതായത് P സരിൻ്റെ സ്ഥാനാർത്ഥിത്വം ശരിയാണോ എന്ന കാര്യം കാലം തെളിയിക്കട്ടെ. പുതിയ സാഹചര്യങ്ങൾ മാറി വരികയാണ്. ഇതിൽ വളരെ ജാഗ്രതയോടെ നിലപാടെടുത്ത് മുന്നോട്ട് പോകണം എന്നതടക്കമുള്ള വിമർശനങ്ങളുണ്ട്. എന്തായാലും ഈ പുസ്തകത്തിൻ്റെ കൂടുതൽ ഉള്ളടക്കത്തിൻ്റെ വിശദാംശങ്ങൾ പുറത്തു വരേണ്ടതുണ്ട്. സ്ഥാനമാനങ്ങൾക്കായി വരുന്നവർ വയ്യാവേലിയാണ്. P സരിനെതിരെ രൂക്ഷ വിമർശനമാണ് EP പറയുന്നത്. അതായത് P സരിൻ സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി പാർട്ടിയിലേക്ക് വരുന്നു, അതുകൊണ്ട് അത് ശരിയാകുമോ എന്നത് കാലം തെളിയിക്കണമെന്നതാണ്. ഇവർ വയ്യാവേലികളായി മാറുന്നു എന്നതാണ് EP ചൂണ്ടിക്കാട്ടുന്നത്. പാലക്കാട് രാഷ്ട്രീയ ചിത്രത്തിൽ ഇത്ര വലിയ പോരാട്ടം നടക്കുന്നതിനിടയിലാണ് EP ജയരാജന്റെ പുസ്തകം, ഈ പരാമർശങ്ങൾ ചർച്ചയാകേണ്ടി വരുന്നു എന്നതാണ് CPM വലിയ പ്രതിസന്ധിയിലേക്ക്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന്, ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുൻപാണ് പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ പാർട്ടിയുടെ അസംതൃപ്തി ഉണ്ടായിട്ടും
വിശദീകരണവുമായി ജയരാജൻ വരുന്നത് അത് എത്രത്തോളം ആ പാർട്ടിയെ പ്രതിസന്ധിയിലാക്കിയെന്നും വലിയ പരാജയത്തിലേക്ക് എത്തിക്കുന്നതിൽ ഒരു ഘടകമായി എന്നും വിലയിരുത്തതൊക്കെ നമ്മൾ കണ്ടതാണ്. ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതും നമ്മൾ കണ്ടതാണ്. ഏറ്റവും ഒടുവിൽ ഒരു തെരഞ്ഞെടുപ്പിന്റെ ദിവസം തന്നെ ഇങ്ങനെ ചില വിശദാംശങ്ങൾ പുറത്തു വരിക എന്ന് പറയുമ്പോൾ കൃത്യമായ ലക്ഷ്യം ജയരാജനുണ്ട് എന്ന് വേണം കരുതാൻ. ഈ സരിന്റെ സ്ഥാനാർത്ഥിയൊക്കെ പാർട്ടി പ്രവർത്തകർ പല വിധത്തിൽ ചോദ്യം ചെയ്യുമ്പോഴും അതുമായി ബന്ധപ്പെട്ട് രണ്ട് തട്ടിൽ ഉള്ള ചർച്ചകൾ നടക്കുമ്പോഴും ഒക്കെയാണ് വളരെ